കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളോട് ഒരുമിച്ച് കർത്താവിൻ്റെ വചനം ധ്യാനിപ്പാനായി എനിക്ക് ലഭിക്കുന്ന ഈ അനുഗ്രഹീതമായ നിമിഷങ്ങൾക്കായി ഞാൻ കർത്താവിനെ മഹത്വം കരയറ്റുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വേദഭാഗം വേഗത്തിൽ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞ ശേഷം പ്രാർത്ഥിപ്പാൻ താല്പര്യപ്പെടുന്നു. 2 പത്രോസിൻ്റെ ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 14, 15, 16 വാക്യങ്ങൾ ഒന്ന് ശബ്ദമുയർത്തി വായിക്കാമോ? 2 പത്രോസിൻ്റെ ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 14, 15, 16 വാക്യങ്ങൾ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കയാൽ അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമയെ രക്ഷ എന്ന് വിചാരിപ്പീൻ. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ടല്ലോ. അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ ശേഷം തിരുവെഴുത്തുകളെ പോലെ അതും തങ്ങളുടെ നാശത്തിനായി കൂട്ടിക്കളയുന്നു. ഈ ചിന്തകളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് പൊതുവെ ലേഖനങ്ങളിൽ, സുവിശേഷങ്ങളിൽ നമ്മൾ യേശു കർത്താവിൻ്റെ ഉപദേശവും ജീവിതവും ആ ഉപദേശങ്ങളിൽ തന്നെ നേരിട്ട് പറയുന്ന ടീച്ചിങ്സ്, പാരബിൾസ്, യേശു കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ, അങ്ങനെ നിറഞ്ഞ സുവിശേഷങ്ങൾ കഴിഞ്ഞിട്ട് ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ ആ എംഫസിസ് എന്നുള്ളത്, ലേഖനങ്ങളുടെ പൊതുവായ പ്രമേയം എന്നുള്ളത് ദൈവസഭകൾ അന്ന് അഭിമുഖീകരിച്ചിരുന്ന പ്രശ്നങ്ങൾ, അതിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. കേവലം ഒരു മോട്ടിവേഷൻ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ യേശുവിൻ്റെ അടുക്കൽ വന്നാൽ ഇത് കിട്ടും അത് കിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളെക്കാട്ടിൽ ഘനമായ തിരുത്തൽ വേണ്ട മേഖലകൾ, തിരുത്തപ്പെടേണ്ട, പ്രത്യേകിച്ചൊരു കാര്യം ശ്രദ്ധിച്ചാൽ വഞ്ചിക്കപ്പെട്ടു പോകാവുന്ന മേഖലകൾ തിരിച്ചറിയുവാൻ വേണ്ടിയാണ് ലേഖനങ്ങൾ എഴുതിയിട്ടുള്ളത്. വാസ്തവത്തിൽ യേശു കർത്താവിൻ്റെ ഉപദേശത്തിൽ യേശു അവസാന കാലഘട്ടത്തിന്റെ ലക്ഷണമായി പറഞ്ഞൊരു കാര്യം, അന്ത്യകാലത്ത് ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിച്ചോളണം. മത്തായിയുടെ സുവിശേഷം 24 കാണുന്നൊരു പദപ്രയോഗമാണ്, ഡു നോട്ട് ബി ഡിസീവ്ഡ്. യാക്കോബിന്റെ ലേഖനം ഫോർ എക്സാമ്പിൾ വായിക്കണ്ട. 30 വർഷം സഭാ ശുശ്രൂഷയിൽ ഇരുന്ന യാക്കോബ് താൻ ലേഖനം എഴുതുമ്പോൾ 5 അധ്യായങ്ങളിൽ തൻ്റെ ഹൃദയം ഇടിപ്പ് എന്തെന്ന് ചോദിച്ചാൽ, ദൈവമക്കളെ വഞ്ചിക്കപ്പെട്ടു പോകരുത്. ഓരോ കാര്യത്തിലും 1-ാമത്തെ അധ്യായം 18 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കും. ദൈവസഭയിലുള്ള ആർക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകരുത്. 2-ാം അധ്യായത്തിൽ യാക്കോബിൻ ലേഖനത്തിൽ താൻ പറയുന്നു, പക്ഷാഭേദം കാണിക്കരുത്. 3-ാം അധ്യായത്തിൽ താൻ പറയുന്നു, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, അത് നിങ്ങൾക്ക് അറിയത്തില്ലേ. പൗലോസിന്റെ ലേഖനവും നോക്കിയാൽ വാസ്തവത്തിൽ നമ്മൾ ഇപ്പോൾ വായിച്ച വാക്യത്തിൽ അതേ ഉദ്ധരണി 3-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിനൊത്തവണ്ണം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച്, ഏതാ ഈ ഇതിനെക്കുറിച്ചെന്ന് പറഞ്ഞാൽ എന്തിനെക്കുറിച്ചാണ് ഇവരെല്ലാം എഴുതുന്നത്? യാക്കോബ് പറയുന്നു വശീകരിക്കപ്പെട്ടു പോകരുത്. പൗലോസ് എന്തിനെക്കുറിച്ചാണ് എഴുതുന്നത്? ഞാൻ കഴിഞ്ഞൊരു ദിവസം ഇവിടെ 2 കൊരിന്ത്യർ ലേഖനം 4-ാമത്തെ അധ്യായത്തിൽ നിന്നും ഒരു ചിന്ത പങ്കുവെക്കുകയുണ്ടായി. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ഞങ്ങൾ ഉപായം പ്രയോഗിക്കാത്തവരാ എന്ന് പറയുമ്പോൾ ദൈവസഭകളുടെ അകത്ത് കയറി ഉപായം പ്രയോഗിച്ച് വിരുദിനെ തെറ്റിക്കുവാൻ വേണ്ടി നിഷ്കളങ്കമായ ജീവിത ശൈലിയിൽ കളങ്കമേൽപ്പിക്കുന്ന ചിന്തകൾ പൗലോസ് പറയുക, ഞങ്ങൾ അത് ചെയ്യത്തില്ല. ഉപായം പ്രയോഗിക്കാതെ, വചനത്തോട് കൂട്ടിച്ചേർക്കാതെ ദൈവമുമ്പാകെ നിഷ്കളങ്കരായി ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുകയും ദൈവജനം അങ്ങനെ മാറണമെന്ന് താല്പര്യപ്പെടുകയും ചെയ്യുന്ന പൗലോസ്, പത്രോസ് അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ എന്തുവാ തൻ്റെ ഹൃദയമിടിപ്പ്?
മൂന്നാമത്തെ അധ്യായം വാസ്തവത്തിൽ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയല്ലേ കാണുന്നത്? പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ നിങ്ങൾക്ക് എഴുതുന്നത്, അടുത്ത വാക്കൊന്ന് കാണുന്നവരെല്ലാം ഒന്ന് ചേർന്ന് പറയാമോ? ഞാൻ നിങ്ങൾക്കിപ്പോൾ എഴുതുന്നത് 2-ാം ലേഖനമല്ലോ. എന്താ പിന്നെ ആർക്കായി ഇത് എഴുതുന്നത്? എന്തായി പിന്നെയും എഴുതുന്നത്? 1 പത്രോസ് 1:1 ഇത് ആർക്കാ എഴുതുന്നുള്ളതുണ്ട്. ചെതറിപ്പാർക്കുന്ന പൊന്തോസിലും ഗലാത്തിയിലും കപ്പദോക്കിയിലും ആസിയിലും ബിഥുന്യയിലും ചിതറിപ്പാർക്കുന്ന പരദേശികൾക്ക് എഴുതുന്നത് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ ലേഖനത്തിന്റെ ഓഡിയൻസ് തന്നെ ആയിരിക്കാം ഇത് എന്നാണ് കരുതപ്പെടുന്നത്. അതുകൊണ്ടാണല്ലോ പറയുന്നത് ഞാൻ 2-ാമത്തെ പ്രാവശ്യം എഴുതുകയാണ്. എന്താ ആദ്യത്തെ പ്രാവശ്യം എഴുതിയത് ശരിയായില്ലേ? അതാർക്കും മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണ് അതേ ഓഡിയൻസിനോട് ഞാൻ ഇത് 2-ാമത്തെ പ്രാവശ്യം എഴുതുകയാണ്, ഞാൻ പിന്നെയും എഴുതുകയാണ്? എന്താ പത്രോസേ ഹൃദയമിടിപ്പ്? എന്തിനെ കുറിച്ച് എഴുതാനാണ് ഈ സമയമെടുക്കുന്നത്? അതിനെക്കുറിച്ചാണ് നമ്മൾ അടുത്ത നിമിഷങ്ങളിൽ ചിന്തിപ്പാൻ വേണ്ടി തുടങ്ങുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ഈ ഒരു ലേഖനത്തിന്റെ പ്രത്യേകിച്ച് അവസാന വാക്യങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ആത്മീക സത്യങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിന് എത്രമാത്രം റെലവൻ്റ് എന്നുള്ളത് എൻ്റെ വാക്കുകൾക്ക് പറയാൻ, അതിനെ എംഫസൈസ് ചെയ്യാൻ പരിമിതിയുണ്ട്. പക്ഷെ നമ്മൾ അതൊരുമിച്ച് ശ്രദ്ധിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം. ഇവിടെ പറയുന്ന കാര്യങ്ങൾ താൻ 1-ാമത്തെ ലേഖനത്തിൽ ആവർത്തിച്ച് പറയുന്നൊരു കാര്യം, ഈ ചിതറിപ്പാർക്കുന്ന പരദേശികൾ അവർക്കുള്ള അനുഭവം എന്ന് പറയുന്നത് ഇന്നുള്ള സാക്ഷ്യം പോലല്ല. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ പലർക്കും അവരുടെ വസ്തുവകകൾ നഷ്ടപ്പെട്ട് സ്വന്തം ദേശത്തിൽ നിന്നും ഓടിപ്പോകേണ്ടതുപോലുള്ള അനുഭവം ഉണ്ടായി. അവർ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു വലിയ നിന്നാപാത്രമായി. എന്താ നിന്നാപാത്രം എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, ആൾക്കാർ പറയുന്നത് എന്തുവാ വിശ്വസിച്ചിരിക്കുന്നത് ക്രൂശിതനായ യേശുവിലൂടെ രക്ഷയുണ്ട്. പൊതുവെ നാട്ടിൽ പറയുന്നത് ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഇത് ഭോഷത്വമാണെന്നാണ്. എന്നാൽ സഭയിലുള്ളവർ പറയുന്നു ഇല്ല, ഇത് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഇത് ഞങ്ങൾക്ക് ദൈവശക്തിയാണ്, ഞങ്ങൾ പാപികളായിരുന്നു, പ്രായശ്ചിത്ത മരണത്തിലൂടെ യേശു ഞങ്ങളെ രക്ഷിച്ചു. ഇത് സാധാരണക്കാരെ സംബന്ധിച്ച് എന്തൊക്കെയായി പറയുന്നത്? ഈ ലോകത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊള്ളാം, അവനോനുണ്ടെങ്കിൽ അവനോന് കൊള്ളാം. ഇതെന്തോ ഈ പറയുന്നത്? പാപം, രക്ഷ, ഇതിന് തെളിവ് എന്തോ ഉണ്ട്? സാധാരണ ആൾക്കാർ ചോദിക്കുന്നത് ഇതിന് തെളിവ് എന്തോ ഉണ്ട്? നീ പാപിയായിരുന്നു, നീ രക്ഷപ്പെട്ടു, എന്തോ ഉണ്ട് ഇതിന് തെളിവ്? നീ ഞങ്ങളെ പോലെ സ്ട്രഗിൾ ചെയ്യുന്നു, ഞങ്ങൾക്ക് ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ട്, നിനക്കും ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ട്, ഞങ്ങൾക്ക് രോഗമുണ്ട്, നിനക്കും രോഗമുണ്ട്. ഞാൻ ഓർക്കുന്നു, ബാംഗ്ലൂരിലൊരു റെസ്റ്റോറൻറ്റിൽ അവിടെയുള്ള ആള് എൻ്റെ സ്നേഹിതനായി തീർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരിക്കൽ സുവിശേഷം പറയാൻ തുടങ്ങിയ സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു, സർ വെയിറ്റ്, യു ഹാവ് സിക്നസ്, ഐ ഹാവ് സിക്നസ്, യു ഹാവ് ഫിനാൻഷ്യൽ പ്രോബ്ലം, ഐ ഹാവ് ഫിനാൻഷ്യൽ പ്രോബ്ലം, വൈ ഐ ഷുഡ് ബിലീവ് ഇൻ യുവർ ഗോഡ്? സാധാരണ മനുഷ്യനെ പറ്റി, നിങ്ങളെ ഓരോരുത്തരെ പറ്റി നോക്കുമ്പോ യേശുവിനെ കിട്ടിയെന്ന് പറയുന്നു, സൗഭാഗ്യം കിട്ടിയെന്ന് പറയുന്നു, വെള്ളയുടുപ്പിടുന്നു, ഞങ്ങൾക്ക് എന്തോ കിട്ടി, നിക്ഷേപം കിട്ടി. എന്തോ കിട്ടിയത്? കിട്ടുന്നൊന്നും കാണാനില്ല. മറ്റുള്ളവരെ പോലെ സ്ട്രഗിൾ ചെയ്യുന്നു. പത്രോസ് അപ്പോസ്തലൻ ഈ പരദേശികളോട് 1-ാമത്തെ ലേഖനത്തിൽ എഴുതിയത്, ആവർത്തിച്ചെഴുതിയത്, ഞാൻ 4-5 വാക്യങ്ങൾ മാത്രം 1-ാമത്തെ ലേഖനത്തിൽ നിന്നും കാണിക്കാം. ഇത് പിന്നെയും പറയേണ്ട വരുന്നത് എന്തിനെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് 2-ാം പ്രാവശ്യമാണ് പറയുന്നതെന്ന് പറയുന്നത്. 1-ാം പ്രാവശ്യം എന്തോ പറയുന്നത്? 1 പത്രോസ് 1:6-7 വാക്യങ്ങളിൽ അതിലിപ്പോൾ നിങ്ങൾ, നമുക്ക് ചേർന്നൊന്ന് വായിക്കാമോ? ആ 1:6 വാക്യം 7 വാക്യവും. അതിൽ നിങ്ങളിപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലേറിയതെന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ. ആ വാക്ക് പത്രോസ് പറയുന്നത് എന്തിനെ കുറിച്ചാണെന്ന് പറഞ്ഞാൽ, ഈ രോഗവും പ്രയാസവും നിന്ദയും
വിശ്വാസത്തിന്റെ പരിശോധനയും എല്ലാം ഇന്നങ്ങ് പോകും, നാളെ അങ്ങ് പോകുമെന്നല്ല. വരുന്ന ഒരു ദിവസം യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെ കുറിച്ചാണ് താൻ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു പ്രാവശ്യമല്ല താൻ പറയുന്നത്. പരദേശികളോട് ആവർത്തിച്ചാവർത്തിച്ച് പത്രോസ് പറയുന്നത്, 1 പത്രോസ് 2:12, നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ടറിഞ്ഞിട്ട്, അടുത്ത വാക്ക്, സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന്. പത്രോസിന് പറയാനുള്ളത്, the king is coming, the second coming of Jesus. സന്ദർശന ദിവസം, യേശു കർത്താവിന്റെ പ്രത്യക്ഷത. 4-ാം അധ്യായത്തിലെ വാക്യം ഒന്ന് വായിക്കാം, 7-ാം വാക്യം. എന്നാൽ, വാക്യം എടുത്തവരൊന്ന് ചേർന്ന് വായിക്കാമോ? 4:7. എന്നാൽ എല്ലാറ്റിന്റെയും അവസാനം സമാപിച്ചിരിക്കുന്നു. ഇറ്റ്സ് നിയർ. ഈ ദുഃഖവും ക്ലേശവും നിന്ദയും പരിഹാസവും എല്ലാം അത് തീരും. അടുത്ത മാസമല്ല, യേശു കർത്താവിന്റെ പ്രത്യക്ഷതയിൽ, സന്ദർശന ദിവസത്തിൽ ഇതെല്ലാം നിങ്ങളുടെ പുകഴ്ചയ്ക്കായി മാറും. വിശ്വാസത്തിന്റെ പരിശോധനയിൽ വിട്ടുകൊടുക്കാതെ യേശുവിനെ മാത്രം ധ്യാനിച്ച് മുമ്പോട്ട് പോയ നിങ്ങളുടെ പുകഴ്ചയ്ക്കതായിത്തീരും. അതിൽ സന്തോഷിക്കണമെന്ന് ആവർത്തിച്ചു പറയുന്നു. 5-ാമത്തെ അധ്യായം 4 ഞാൻ വായിക്കട്ടെ. ശുശ്രൂഷകന്മാരുള്ള ബന്ധത്തിൽ പത്രോസ് പറയും, ഇത് വിശ്വാസികൾക്ക് മാത്രമുള്ളതല്ല ഈ പ്രശ്നം, നിന്നയും വിശ്വാസത്തിന്റെ പരിശോധനയും ഈ പരിഹാസങ്ങളുമെല്ലാം. 5:4, എന്നാൽ ഇടയശ്രേഷ്ഠൻ, അവിടെയും പറയുക, പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. എന്തുവാ ദൈവസഭയ്ക്ക് അങ്ങോട്ട് മുമ്പോട്ട് വെക്കാനുള്ളത്? ജീസസ് ഈസ് കമ്മിങ് ബാക്ക്. യേശു കർത്താവ് മടങ്ങി വരാൻ പോവുകയാണ്. ആ വരവിന്റെ പ്രത്യക്ഷതയോർത്ത് ഒരു പ്രാവ് കുറുകിയിരിക്കുന്നത് പോലെ, പാട്ടുകാരൻ പറയുന്നത്, മൽപ്രിയനെ, എന്നേശു നായകനെ, എപ്പോൾ വരും എൻ കണ്ണീർ തുടച്ചിടുവാൻ, അങ്ങയെ ആശ്ലേഷിപ്പാൻ, എന്നേശുവേ വാനമേഘേ വേഗം വരണമേ. പത്രോസ് എന്ന പാസ്റ്ററിന്റെ അകത്ത് വേറൊന്ന് കൊടുക്കാനില്ല. താൻ പറയുന്നത്, ഹോൾഡ് ഓൺ, തിങ്സ് വിൽ ചേഞ്ച്. നോട്ട് നെക്സ്റ്റ് മന്ത്, അറ്റ് ഹിസ് കമ്മിങ് എവറിഥിങ് വിൽ ചേഞ്ച്. ഇന്ന് വിശ്വാസത്തിന്റെ പരിശോധനയിൽ ഇളകിപ്പോകുന്ന സാഹചര്യത്തിൽ കണ്ടു മുമ്പോട്ട് നോക്കിയാൽ മതി, ഇതെല്ലാം തീരാൻ പോകുക യേശുവിന്റെ മടങ്ങി വരവിങ്കൽ. ഇതൊക്കെ നമ്മളും വിശ്വസിച്ചവരാണ്. എന്നാൽ ഇന്ന് ഏറ്റവും കുറച്ച് കേൾക്കുന്നതും യേശു കർത്താവിന്റെ വരവിനെ കുറിച്ചാണ്. കുറച്ച് ധ്യാന ചിന്തകൾ മാത്രമേ ഉള്ളൂ കർത്താവിന്റെ വരവിനെ കുറിച്ച്. ധ്യാനചിന്ത ഉണ്ടെന്ന് പറയുന്നതും പലപ്പോഴും നമുക്ക് കൗതുകമായി തോന്നുന്നത് ഡീറ്റെയിൽസ് ആണ്. ഇതെപ്പോൾ സംഭവിക്കും അതിനെക്കുറിച്ച് അറിയാനാണ്. അതിന്റെ ലക്ഷണം, അതിന് ഈ യുദ്ധം, നാസ ഇതുവഴി പോകുന്നു, ഗാസയിൽ എന്തോ സംഭവിച്ചു, ഇതാണ് അറിയാനായി. എന്നാൽ ഇതെന്റെ ജീവിതത്തെ എങ്ങനെ രൂപപ്പെടുത്തണമെന്നുള്ളത് ചിന്തിക്കുന്നില്ല. പലപ്പോഴും ചിന്തിക്കുന്നവരുണ്ട്, എന്നാൽ കൂടുതലും ഒരു കൗതുകത്തോട് ഇത് പഠിക്കാൻ ആഗ്രഹമാണ്. എന്നാൽ ഈ വരവ് സത്യമാണെങ്കിൽ, യേശു കർത്താവിന്റെ പ്രത്യക്ഷത അടുത്ത മാസങ്ങളിൽ, വർഷങ്ങളിൽ ഈ ലോകം കാണാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം യേശു കർത്താവിന്റെ വരവാണെന്ന് വിശ്വസിക്കുന്നെങ്കിൽ, ഇതെന്നെ ഇന്ന് എങ്ങനെ മാറ്റണമെന്നുള്ളതാ പത്രോസിന്റെ ലേഖനത്തിന്റെ പ്രമേയം. ഞാൻ പിന്നെയും എഴുതുന്നു എന്ന് പറയുമ്പോൾ അതിനൊരു കാരണമുണ്ട്. പിന്നെയും എഴുതാനുള്ള കാരണം 3-ാം അധ്യായം അതിൻ്റെ 3:14 മുതലാണല്ലോ നമ്മൾ കുറുവാക്യമായി വായിച്ചത്. 3-ാമത്തെ വാക്യത്തിൽ ഒരു പ്രത്യേക പരാമർശം താൻ നടത്തുന്നു. ഇങ്ങനെയാ പറയുന്നത്,
പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം, ഈ പിതാക്കന്മാരെന്ന് പറയുന്നത് വേദപണ്ഡിതന്മാർ പറയുന്ന ഒരു പക്ഷെങ്കിൽ ഈ പരദേശികളായിട്ടുള്ളവരുടെ ഫസ്റ്റ് ജനറേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ പ്രവാചകന്മാർ, പണ്ടുള്ള പ്രവാചകന്മാർ. ഇത് രണ്ടുമാകട്ടെ, ചൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു ജനറേഷൻ കഴിഞ്ഞു കാണും. യേശുവിൽ വിശ്വസിച്ച ഒരു ഫസ്റ്റ് ജനറേഷൻ ഇപ്പോൾ തന്നെ കഴിഞ്ഞു കാണും. പത്രോസ് ഇത് എഴുതുമ്പോൾ AD 60. പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ എത്രയോ ഫ്യൂണറലിന് പോയി, അവര് നിദ്ര കൊണ്ടു. സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നത് പോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുവീൻ. ഇതെന്തുകൊണ്ടാ ഈ കർത്താവിന്റെ വരവിനെ കുറിച്ച് പിന്നെയും പറയേണ്ട വന്നത് എന്തെന്ന് ചോദിച്ചാൽ, പരിഹാസികൾ അന്ത്യകാലത്ത് എന്തോ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, നമ്മൾ പെട്ടെന്ന് ഒരു പക്ഷെങ്കിൽ 2 തിമോത്തിയോസ് 3 അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയാം. മനുഷ്യർ സ്വസ്നേഹികളാകും, വമ്പ് പറയും, ദ്രവ്യാഗ്രഹം ഉണ്ടാകും. അല്ലെങ്കിൽ അന്ത്യകാലത്ത് തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്ന പോലെ വിശ്വാസ ത്യാഗമുണ്ടാകും. അന്ത്യകാലത്തിന്റെ ലക്ഷണമായി പല കാര്യങ്ങളുണ്ട്. എന്നാൽ അന്ത്യകാലത്ത് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്, പരിഹാസികൾ എഴുന്നേൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ പരിഹാസി എന്ന് പത്രോസ് പറയുന്നത് സഭയ്ക്ക് വെളിയിലുള്ളവരല്ല. മാടക്കടയുടെ ഫ്രണ്ടിൽ നിന്നും കവലയിൽ നിന്നും കർത്താവിന്റെ വരവോ അതല്ല. ഈ പരിഹാസി എന്ന് പത്രോസ് പറയുന്നത് സഭയ്ക്കകത്ത് നിന്ന് തന്നെ കർത്താവിന്റെ വരവിന്റെ പ്രത്യാശയിൽ നിന്നും മനുഷ്യ ഹൃദയങ്ങളെ മാറ്റി മറ്റൊന്നിനെ സ്ഥാപിക്കുന്ന പരിഹാസികൾ സഭയ്ക്കുള്ളിൽ തന്നെ എഴുന്നേൽക്കും. അപ്പോൾ ഈ പരിഹാസികൾ പറയുന്ന ഒരു കാര്യം, എത്ര പ്രസംഗിച്ചു, യേശു കർത്താവ് വരുന്നു, ഇപ്പൊ വരുന്നു, പക്ഷെ എല്ലാം പഴയ പോലാണല്ലോ, ഇപ്പോഴും ഒരു വ്യത്യാസവും കാണുന്നില്ലല്ലോ, കഷ്ടത മാറുന്നില്ലല്ലോ, നിന്ന മാറുന്നില്ലല്ലോ, തലമുറ മാറുന്നു, ഇപ്പോഴും പഴയ പാട്ട് പാടിക്കൊണ്ടിരിക്കുക. എൻ്റെ പ്രിയൻ വാനിൽ വരാറായി, ഇഹത്തിലെ ദുരിതങ്ങൾ തീരാറായി, നാം പരത്തിൽ. ഇത് എത്ര നാൾ പാടി? ഇതൊന്നും മാറുന്നില്ലല്ലോ. മാറ്റം വരുത്താൻ വേണ്ടി, ജനഹൃദയങ്ങളെ തണുപ്പിക്കാൻ വേണ്ടി ഭാഗ്യപ്രത്യാശയിൽ നിന്നും ഹൃദയങ്ങളെ മാറ്റുന്ന പരിഹാസികൾ. ഇത് നേരത്തെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ കാണുന്നത് ഒരു പക്ഷെങ്കിൽ ഈ പരിഹാസങ്ങളെ കുറിച്ച് ഈ ഭാഗം പഠിക്കുന്നവർ പറയുന്നത് 2 സ്വാധീനങ്ങൾ അവർക്കുണ്ടായേക്കാം. അന്നത്തെ വെളിയിലുള്ള സ്വാധീനമാണ്, ബൈബിൾ സ്വാധീനമല്ല. സഭയ്ക്കകത്തുള്ള ചില ശുശ്രൂഷകരുടെ അകത്തോട്ട് ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ വേൾഡ്. അതിൽ പ്രധാനമായിട്ടും എപ്പിക്യൂരിയനിസം എന്ന് പറഞ്ഞ ഒരു തത്വചിന്തയുണ്ടായിരുന്നു. എപ്പിക്യൂരസ് എന്ന് പറഞ്ഞ വ്യക്തി മുമ്പോട്ട് വെച്ച ഒരു തത്വചിന്ത ഇതാണ്: ഈ ഭൂമി എന്ന് പറയുന്നത് ഇത് റാൻഡമായി, ഇതിന്റെ പിമ്പിൽ ആരും കെയർഫുൾ ആയിട്ട് ഡിസൈൻ ചെയ്ത ഒന്നുമില്ല. ഇത് ഇൻസിഡന്റൽ, അൺഇൻറ്റൻഡഡ് ആയിട്ട് അങ്ങ് ഉണ്ടായതാ. ഭൂമി ഉണ്ടായി. ഇനി എവിടെങ്കിലും ഒരു ദൈവം ഉണ്ടെങ്കിലും ഗോഡ് ഇസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദ വേൾഡ്. പിന്നെ ലോകത്തിൽ എന്തോ ചെയ്യണം? തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. നമ്മളെല്ലാവരും മരിക്കുന്ന ആളെ ഉള്ള സമയം നല്ല വീടുകളിൽ പാർക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, നല്ല വസ്ത്രം ധരിക്കുക. പൊതുവെ അന്നുണ്ടായിരുന്ന ഒരു തത്വചിന്തയാ എപ്പിക്യൂരിയനിസം. ഈ ചിന്ത സ്വാധീനിച്ച് കാണും ആരെ? ശുശ്രൂഷകരെന്ന് വിളിക്കപ്പെട്ടവരെ. ബൈബിൾ സ്കൂളിലെ സർട്ടിഫിക്കറ്റ് കാണും, എല്ലാ പരിവേഷങ്ങളും കാണും. പക്ഷെ പറയുന്ന കാര്യം കർത്താവിന്റെ വരവല്ല. പറയുന്ന കാര്യം പരിഹാസവും നിന്നയും ഏറ്റിരിക്കുന്നവരുടെ ഉള്ളിലോട്ട് തേൻ പോലെ തോന്നും. അത് യഥാർത്ഥ തേനല്ല. ഹൃദയങ്ങളെ സാന്ത്വനിപ്പിക്കാൻ വേണ്ടി പരിഹാസികൾ എഴുന്നേറ്റ് പറയുന്നത്
ഈ ലോകത്തിലെ അഭിവൃദ്ധിയെക്കുറിച്ച് വാഗ്ദത്തം ചെയ്യുന്ന പരിഹാസികൾ. അത് ലോക സ്വാധീനത്താൽ പിടിക്കപ്പെട്ട് മനുഷ്യർക്കെല്ലാം വേണ്ടിയ സന്തോഷമാണ് എന്നും പറയത്തില്ലേ, എന്തോ ആണെങ്കിലും സാറേ അവസാനം സന്തോഷം വേണം. ആ സന്തോഷത്തിന് വേണ്ടി എന്ത് ചെയ്യണം? ഇത് വിളമ്പാൻ തുടങ്ങി പുൾപിറ്റിൽ നിന്നും. വേറൊരു സ്വാധീനം, അരിസ്റ്റോട്ടിൽ എന്ന് പറഞ്ഞ പ്രസിദ്ധനായ തത്വചിന്തകൻ എൻ്റെ ആയിരിക്കാമെന്ന് ചിന്തിക്കുന്നുണ്ട്. അരിസ്റ്റോട്ടലിന്റെ ഒരു സിദ്ധാന്തം എന്ന് പറയുന്നത് കോസ്മിക് ഇൻഡിസ്ട്രക്റ്റബിലിറ്റി. ഈ ഭൂമിയെ നശിപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല. ഇത് രണ്ടൂടെ ചേർന്ന് വന്നപ്പോ എപ്പിക്യൂരിയൻ ഐഡിയ ഓഫ് സന്തോഷം, ഹാപ്പിനെസ്, നാളത്തെ ഒന്നും വറി ചെയ്യേണ്ട, ഇന്നുണ്ടെങ്കിൽ കുടിക്കാനും ഉണ്ണാനും ഉണ്ടെങ്കിൽ അത് നല്ലത്, ഇതങ്ങോട്ട് കയറി. അരിസ്റ്റോട്ടലിന്റെ ചിന്ത കയറി, ഈ ഭൂമിക്കൊന്നും സംഭവിക്കത്തില്ല, ഇതിനെ നശിപ്പിക്കാനൊക്കത്തില്ല. ഇതുമെല്ലാം കൂടെ കൂട്ടിക്കളർന്നപ്പോ പരിഹാസി വന്ന് ചോദിക്കുന്നത്, എന്തോ മാറ്റം വരുമെന്നാ പറയുന്നത്. യേശു കർത്താവ് വരുന്നെന്നോ? ഈ ഭൂമി മാറിപ്പോകുമെന്നോ? നോ, വി വിൽ ബി ഹിയർ. ഇവിടെ നമുക്ക് വാഴാം, ഇവിടെ നമ്മൾക്ക് രാജാക്കന്മാരെ പോലെ ആകാം. ഇവിടത്തെ നിന്ന അടുത്ത മാസം മാറാൻ പോകുന്നു. ഇവിടത്തെ പരിഹാസം 6-ാം മാസത്തിൽ തല ഉയർത്തി ദൈവം നടത്തുമാറാക്കും. എല്ലാം ഇവിടെ, എല്ലാം ഇവിടെ. ഇത് പഴയ കാലത്തും പഴയ നിയമപ്രവാചകന്മാരിലും കാണാം വാസ്തവത്തിൽ പരിഹാസികളെ. യെരമ്യാ പ്രവാചകൻ 5-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ ഒരു വശത്ത് നിന്നുകൊണ്ട് യെരമ്യാ പ്രവാചകൻ പറയുക, ന്യായവിധി ഉണ്ടാകും, കർത്താവിന്റെ ദിവസം എന്ന് പറയുന്ന ആ വലിയ ശോധന വരും. എന്നാൽ അവിടെ കേൾക്കുന്നത്, നമുക്ക് ദോഷം വരികയില്ല, നാം വാളോ ക്ഷാമമോ കാണുകയുമില്ല. പരിഹാസി എന്ന് പറഞ്ഞാൽ ആരാൻ ചോദിച്ചാൽ, ദൈവത്തിന്റെ വഴിയെയും പ്രത്യക്ഷതയെയും ന്യായവിധിയെയും കുറിച്ച് പറയാതെ ദൈവം നമ്മളെല്ലാം സ്വീകരിച്ച് നമുക്കെല്ലാം സമർത്ഥിയായി ഇങ്ങനെ നടത്താൻ വരുന്ന ഒരു പരിഹാസം, അത് ദൈവത്തെ പരിഹസിക്കുന്നതിന് തുല്യമാ. ദൈവത്തിന്റെ വാക്കുകളെ മാറ്റി മനുഷ്യർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അതിനെ ആക്കിക്കൊണ്ടുവരുത്തുക. ആമോസ് പ്രവാചകനും പറഞ്ഞിരിക്കുക കേട്ടോ, 9-ന്റെ 10-ാമത്തെ വാക്യത്തിൽ, അനർത്ഥം ഞങ്ങളെ തുടർന്നെത്തുകയുമില്ല, എതിർപ്പെടുകയുമില്ല എന്ന് പറയുന്നവരായി എന്റെ ജനത്തിലുള്ള സകല പാപികളും വാൾ കൊണ്ട് മരിക്കും. അവിടെ ഒരു വശത്ത് നിന്നുകൊണ്ട് പ്രവാചകൻ പറയുക, ജീവിതം ക്രമപ്പെടുത്തണം, വിശുദ്ധിയിലേക്ക് മടങ്ങി വരണം, വേർപാടിലേക്ക് മടങ്ങി വരണം. കുറെ ആൾക്കാർ പറയുന്നത് അനർത്ഥം ഞങ്ങളെ തുടർന്നെത്തുകയില്ല, എതിർപ്പെടുകയുമില്ല. ആമോസ് പ്രവാചകൻ പറയുക, അയ്യോ ഇല്ല ഇല്ല, നീ വാൾ കൊണ്ട് മരിക്കും, പരിഹാസിയെ നീ വാൾ കൊണ്ട് മരിക്കും. യെഹെസ്കേലും പറഞ്ഞില്ലേ 12-22, മനുഷ്യപുത്ര, കാലം നീണ്ടുപോകും, ദർശനമൊക്കെയും ഒക്കാതെ പോകുമെന്ന് നിങ്ങൾക്ക് ഇസ്രായേൽ ദേശത്തൊരു പഴഞ്ചൊല്ലുള്ളത് എന്ത്? ദർശനമോ? അതൊന്നും ഇപ്പോഴും നടക്കാൻ പോകുന്നില്ല. അതെങ്ങനെ പഴഞ്ചൊല്ല് വന്നു? അടുത്ത വാക്യത്തിൽ, അതുകൊണ്ട് നീ അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഈ പഴഞ്ചൊല്ല് നിർത്തലാക്കും. ഒരു കാര്യം ഇന്നത്തെ പ്രഭാതത്തിൽ വചനത്തിലൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. പരിഹാസികൾ എന്ന് പറയുമ്പോൾ ഒരു സ്ട്രോങ് വേർഡായിട്ട് നമുക്ക് തോന്നാം. നമ്മളൊന്നും പരിഹാസികളല്ല, നമ്മൾ ദൈവത്തെ ഭയപ്പെടുന്നവരല്ലേ, നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരല്ലേ. ആരാ ഈ പരിഹാസി? ദൈവത്തിന്റെ ന്യായവിസ്താര ദിവസത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് ജീവിക്കാതെ തന്നിഷ്ടത്തിലേക്ക് തിരിഞ്ഞ് സ്വന്തം മോഹങ്ങൾക്ക് അധീനരായി ജീവിക്കുന്നവരെ ബൈബിൾ വിളിക്കുന്നു, ഇതാ ഇവൻ പരിഹാസിയാ, ഇവൻ ദൈവത്തിന്റെ മുമ്പിൽ വിറയ്ക്കാത്തവനാ, ദൈവം പറഞ്ഞതിന് കീഴ്പ്പെടാതെ ജീവിക്കുന്ന പരിഹാസിയാണിവൻ. ഇതങ്ങോട്ട് മുമ്പോട്ട് വരുമ്പോഴേ ഈ പരിഹാസികൾ ചെയ്യുന്ന പ്രവൃത്തി എന്തെന്ന് ചോദിച്ചാൽ, 3-ന്റെ 4-ാമത്തെ വാക്യത്തിൽ പരിഹാസികൾ എന്ന പദം നമ്മൾ കണ്ടു. ഈ പരിഹാസികൾക്ക് ഏറ്റവും പ്രശ്നം എന്തിനോടാണെന്നറിയാമോ? ദൈവവചനത്തോടാണ്. 5-ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ, 3-ന്റെ 5. ആകാശവും
വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിന്റെ, അടുത്ത വാക്കെന്താ, വചനത്താൽ ഉണ്ടായി എന്നും അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചുവെന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ, അടുത്ത വാക്കെന്താ, അതേ വചനത്താൽ. പരിഹാസിയെ കുറിച്ച് പറഞ്ഞിട്ട് അടുത്ത പരാമർശം, ഈ പരിഹാസിക്ക് പ്രശ്നം എന്തിനോടാണെന്ന് ചോദിച്ചാൽ സകലവും ഉണ്ടാക്കിയ വചനം, ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കുവാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നുവെന്നും അവർ, അടുത്ത വാക്ക് ശ്രദ്ധിക്കണം, അവർ മനസ്സോടെ മറന്നു കളയുന്നു. അവർക്ക് വചനം ഓർമ്മയില്ല. ഭൂമിയെ ഉളവാക്കിയ വചനവും ഇതിനെ നശിപ്പിക്കുവാനായി വചനത്താൽ തീക്കായി സൂക്ഷിച്ചു എന്നുള്ള വചനത്തിന്റെ ആധികാരികതയെ മനഃപൂർവം മറക്കുന്ന പരിഹാസി. കേരളത്തിൽ വളരെ പ്രസിദ്ധമായ ഒരു പരാമർശമുണ്ടായിരുന്നു. ഒരു TV ബ്ലോഗറിന്റെയും വലിയ പ്രസിദ്ധനായ ആടെയാണ്. ഭൂമിയിലൊന്നും ചെയ്യാൻ കഴിയാത്ത ദൈവം സ്വർഗത്തിൽ എന്ത് ചെയ്യാനാ? എന്നോട് ഒരു യൗവനക്കാരൻ മെസ്സേജ് അയച്ചു. ആ സമയത്ത് നമ്മൾ എങ്ങനെ മറുപടി പറയുന്നേ? ഭൂമിയിലൊന്നും ചെയ്യാൻ കഴിയാത്തൊരു ദൈവം സ്വർഗത്തിൽ എന്തോ ചെയ്യാനാ? വചനം അറിയാവുന്ന പറയുന്ന കുറച്ചു പേരും അതിനകത്ത് ശരിയാ. ഈ യുദ്ധം നിർത്തലാക്കാത്ത ദൈവം, ഈ കഷ്ടതയൊന്നും കാണുന്നില്ലേ ദൈവം? ഞങ്ങളുടെ വീട്ടിലെ നിന്നയും പരിഹാസമൊന്നും ഈ ദൈവം ഉണ്ടോ? പരിഹാസി എന്ന് പറയുന്നത് വചനത്തിൽ നിന്നും മാറി അവന്റെ സാഹചര്യമാണ് അവനെ ഇപ്പൊ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അവൻ കണ്ണിൽ കാണുന്നത് വെച്ച് യാഥാർത്ഥ്യം കാണുന്നു. വചനത്തിലൂടെ അല്ല അവൻ കാര്യങ്ങളെ വിലയിരുത്തുന്നത്. വചനത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതമല്ല അവൻ്റേത്. ആ ജീവിതം മുഴുവൻ ഈ പറഞ്ഞ എപ്പിക്യൂരിനിസവും അരിസ്റ്റോട്ടിലും പൊതുവെയുള്ള ഒരു ചിന്താധാര, വഴിയിൽ കേൾക്കുന്ന ഒരു ജ്ഞാനം, സ്കൂളിൽ അപ്പുറത്തും ഇപ്പുറത്തും പറയുന്നവർ പറയുന്ന ഒരു ചിന്താധാരയാണ് ആളിനെ പിടിച്ചിരിക്കുന്നത്. വചനത്തിന്റെ ചിന്തയിലേക്ക് വരാത്ത പരിഹാസികൾ അന്ത്യകാലഘട്ടത്തിൽ എഴുന്നേൽക്കുമെന്ന് വചനം പറയുമ്പോൾ ഇന്ന് രാവിലെ ഇവിടെ ഇരിക്കുന്നവർ ശ്രദ്ധിക്കണമേ. നമ്മുടെ ചിന്തകൾ രൂപപ്പെടേണ്ടത് ടെലിവിഷൻ പ്രോഗ്രാമിലൂടെയല്ല, വ്ലോഗേഴ്സിലൂടെയല്ല. നമ്മുടെ ചിന്തകൾ രൂപപ്പെടേണ്ടത് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായ ദൈവത്തിന്റെ വചനത്താലാകട്ടെ നമ്മുടെ ഹൃദയം രൂപപ്പെടേണ്ടത്. സക്സസിനെ കുറിച്ച് വചനമാകട്ടെ നമ്മളോട് പറഞ്ഞു തരേണ്ടത്. നമ്മൾ ആരായി തീരണം? വചനത്തിൽ നമുക്ക് കാണാൻ കഴിയട്ടെ. നമ്മൾ ആരെ വിവാഹം കഴിക്കണം? വചനത്തിന്റെ ബൗണ്ടറികൾ കാണാൻ കഴിയട്ടെ. അവിടെ സൗന്ദര്യത്തെക്കാട്ടിലും വിദ്യാഭ്യാസത്തെക്കാട്ടിലും മുന്തിയ ജോലിയെക്കാട്ടിലും ദൈവഭക്തിയാണ് വലുതെന്ന് വചനത്തിലൂടെയല്ലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ പരിഹാസികൾ ആരാ? പരിഹാസി ദൈവം പറയുന്നതല്ല അവന് വലുത്, പിന്നെ ആര് പറയുന്ന? ലോകം പറയുന്നതാ വലുത്. കൈ ബൈബിളുണ്ട്, പക്ഷേ ദൈവം പറയുന്ന പ്രത്യക്ഷതയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുമുള്ള കാര്യങ്ങളൊന്നും അല്ല പുള്ളിയുടെ എംഫസിസ്. പുള്ളിയുടെ എംഫസിസ് മുഴുവൻ എനിക്ക് എങ്ങനെ സന്തോഷത്തോടെ ഇവിടെ ജീവിക്കാം മറ്റുള്ളവരെ പോലെ. കർത്താവിന്റെ വരവിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ മനസ്സിൽ വരുന്നത് ഇപ്പൊ വേണ്ടായിരുന്നു, കുറച്ചുകൂടെ ഒന്ന് അഡ്മിഷന്റെ കാര്യം നടക്കുന്നേ ഉള്ളൂ, അല്ലെ ജോലി ലഭിച്ചേ ഉള്ളൂ, ഇതൊന്ന് കഴിഞ്ഞ് കുറച്ചാളൊന്ന് കഴിഞ്ഞിട്ട്. വചനത്തിലൂടെ അല്ല കാര്യങ്ങൾ കാണുന്നത്. ഹിസ് മൈൻഡ് ആൻഡ് തിങ്കിങ് ഈസ് ഷേപ്ഡ് ബൈ ദ വേൾഡ്. ഇത് ശ്രദ്ധിക്കണമേ. ഇവരുടെ വചനത്തോടുള്ള പരിഹാസി 2:1 വാക്യത്തിൽ 3:5-7 ശ്രദ്ധിച്ചുവല്ലോ. വചനമാണിവർ മനഃപൂർവമായിട്ട് മറന്നു കളയുന്നത്, മനസ്സോടെ മറന്നു കളയുന്നത്.
2:1 ഇവരെ കുറിച്ച് പറയുന്ന ഒന്ന് ശ്രദ്ധിക്കണം. ഈ 3:4 പരിഹാസിയുടെ വേറെ പേരാണ് 2:1 കാണുന്നത്. എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. എന്റെ മനസ്സിനെ ആകർഷിച്ച വാക്ക് ഞാൻ അടുത്ത സെന്റൻസിലും ശ്രദ്ധിച്ചത് കള്ളപ്രവാചകനെയാ. കള്ളപ്രവാചകന്മാർ അന്നും പഴയ നിയമത്തിലും ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. പക്ഷെ അടുത്ത വാക്കിൽ പത്രോസ് പറയുന്നത് വേറൊരു കാര്യമാണ്. കള്ളപ്രവാചകന്മാർ ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിൽ കള്ളപ്രവാചകന്മാരുണ്ടെന്നാണോ എഴുതിയിരിക്കുന്നത്? എന്താ കള്ളപ്രവാചകൻ എന്ന് പറഞ്ഞിട്ട് ദുരുപദേഷ്ടാക്കന്മാരെന്ന് മാറിയത് എന്തുകൊണ്ടാ? PPTയും സ്ലൈഡ് വിട്ടും പഠിപ്പിക്കുക. എന്തുവായി പഠിപ്പിക്കുന്നത്? വചനത്തിന്റെ ചിന്തകൾ എന്ന് പറഞ്ഞ് പറയുകയാണ്. ഉപദേശകൻ എന്നുള്ള പരിവേഷവുമുണ്ട്. പക്ഷെ ആളാരാ? പരിഹാസി. കള്ളപ്രവാചകന്മാർ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഇടയിൽ ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടാകും. അവരെന്തുവാ ചെയ്യുന്നത്? നാശകരമായ മതഭേദങ്ങളെ നുഴച്ച്, ഡിസ്ട്രക്റ്റീവ് ഹെറസീസ്. നുഴച്ചെന്ന് പറയുമ്പോ ഈ ബൈബിളിൽ ഉള്ളതൊന്നല്ല, ഇമ്പോർട്ട് ചെയ്ത് ഫോറിനായുള്ള ഒരു കാര്യം ഇതിനകത്തോട്ട് കയറ്റി. എനിക്ക് പ്രകാശനം കിട്ടി. ഈ വാക്യത്തിന്റെ അർത്ഥം ഇതാ. ഇതുവരെ ആർക്കും വെളിപ്പെടാത്ത ഒന്ന് കഴിഞ്ഞ ദിവസം രാത്രി എനിക്ക് വെളിപ്പെട്ട് കിട്ടി. ഇങ്ങോട്ട് നുഴച്ച് കയറ്റുക. തലമുറകളായി വായിച്ച ബൈബിളിന്റെ ആധികാരികതയും വെളിപ്പാടിന്റെ പൂർണ്ണതയും ചോദ്യം ചെയ്തുകൊണ്ട് പരിഹാസ്യം എന്ന് പറയുന്നത് അവൻ നുഴച്ച്. എന്തുവാ ഹെറസി? ഡിസ്ട്രക്റ്റീവ് ഹെറസി എന്ന് പറഞ്ഞാൽ ഹെറസിയെ കുറിച്ച് ഇപ്രകാരമാണ് പറയുന്നത്: ദ പെർവേർഷൻ ഓഫ് ട്രൂത്ത്. ഫോൾസ്ഹുഡിനെക്കാട്ടിൽ എന്തോ സത്യമുണ്ട്. കാരണം ബൈബിളാണ് അവിടെ ഇവിടെ പറയുന്നത്. പക്ഷേ ഇതിന്റെ ആകത്തുക എന്ന് പറയുന്നത് പ്രത്യാശയിലേക്കും ന്യായവിധിയിലേക്കും അല്ല തിരിക്കുന്നത്, ഈ ലോകത്തിലേക്ക് തിരിക്കുന്ന ഒരു പ്രത്യേക വചന ശുശ്രൂഷ പരിഹാസിയിൽ നിന്നും വരും. അതിൽ പിടിക്കപ്പെടാൻ പോകുന്നതേ 2-ാം അധ്യായം 2-ാം വാക്യം. അവർ ദുഷ്കാമ പ്രവർത്തികളെ പലരും അനുകരിക്കും. ആ പലരും എന്നുള്ളത് ശ്രദ്ധിക്കണം. യേശു കർത്താവും മത്തായിയുടെ സുവിശേഷം 24 ആവർത്തിച്ച് പറയുന്നത് many will be deceived. കുറച്ചുപേരല്ല. ഈ പരിഹാസികളുടെ വചനം മനസ്സോടെ മറന്നു കളയുന്നവരുടെ ശുശ്രൂഷയിൽ സ്വാധീനിക്കപ്പെടാൻ പോകുന്നത് കുറച്ചുപേരല്ല, പലരും. ഈ സത്യവും പ്രത്യാശയും ന്യായവിധിയും വിട്ട് ഇഹലോകത്തിലേക്ക് താൽക്കാലിക ചിന്തകളിലേക്ക് മാറുന്നത് പലരും. 3-ാം വാക്യത്തിൽ അവരെ അളന്ന് പിടിച്ച് പത്രോസ് പറയുകയാണ്. അവർ, ഉറക്കെ വായിക്കാമോ? അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. അവർക്ക് പൂർവകാലം മുതൽ ന്യായവിധി താമസിയാതെ വരുന്നു. അവരുടെ നാശം ഉറങ്ങുന്നതുമില്ല എന്ന് ഭക്തിയുള്ള ഉപദേഷ്ടാവായ പത്രോസ് പറയുന്നു. എനിക്കത് ചെയ്യാൻ കഴിയുകയില്ല. അസ്ഥിരരായവരെ ബലപ്പെടുത്തേണ്ടത് മോഹിപ്പിക്കുന്ന ദൂത് പറഞ്ഞല്ല, അസ്ഥിരപ്പെടുത്തേണ്ടവരെ ബലപ്പെടുത്തേണ്ടത് പ്രത്യാശയുടെ ദൂത് പറഞ്ഞ. കാരണം ഇതിനെല്ലാം കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസമുണ്ട്. എന്തു പറഞ്ഞുവെന്നതിനും എന്തിന് കൈയടിച്ചുവെന്നതിനും നമ്മൾ കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസമുണ്ട്. കൗശലവാക്ക് പറഞ്ഞ് പരിഹസിച്ച് വചനം മനസ്സോടെ മറന്ന് ഇതൊക്കെ ഇങ്ങനെ തന്നെ പോകത്തുള്ളൂ. ദൈവത്തിന്റെ വരവിനെ കുറച്ച് കാണിച്ച് പ്രത്യക്ഷതയുടെ ദൂത് മറച്ചു വെച്ച് മാനസാന്തരത്തിന്റെ ദൂത് കാർപ്പറ്റിന്റെ കീഴിലാക്കി പറയുന്നത് മോഹത്തിന്റെയും പറയുന്നത് ലൗകികതയുടെയും ഈ ലോകത്തിൽ ഹെൽത്ത് ആൻഡ് വെൽത്തിന്റെ ഒരു സന്ദേശം. ശ്രദ്ധിച്ചാലേ ആ 3-ാമത്തെ വാക്യം 16-ാമത്തെ വാക്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കണമേ. അവിടെ പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം.
ഈ പരിഹാസിയെക്കുറിച്ച് പത്രോസ് തുറന്നങ്ങ് പറയുന്ന ഒരു വാക്ക് ശ്രദ്ധിക്കണം. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിനൊത്തവണ്ണം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന, ഏതാ ഇതിനെക്കുറിച്ച്? ഇപ്പം മനസ്സിലായി കാണും. ഏതാ ഇതിനെക്കുറിച്ച്? പ്രത്യാശ. ഏതാ ഇതിനെക്കുറിച്ചെന്ന് പറഞ്ഞാൽ എന്താ? 3:10 കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരുന്നു, ആകാശം കൊടിമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകുന്നു, മൂലപദാർത്ഥങ്ങൾ കത്തിയഴികയും ഭൂമിയും അതിലുള്ള പണികളും, നമ്മൾ പണിഞ്ഞു വെച്ചിരിക്കുന്നതെല്ലാം വെന്തു പോകുകയും ചെയ്യുന്ന ദിവസം വരുന്നു. ഇതിനെക്കുറിച്ച് പൗലോസും എഴുതി വച്ചിട്ടുണ്ട്. ഇതൊന്നും ശാശ്വതമല്ല എന്നതിനെ കുറിച്ച് പത്രോസ് പറയുക, ഇത് ഞാൻ മാത്രമല്ല വിശ്വാസികളെ നിങ്ങളെ ഓർപ്പിക്കുന്നത്, പരിഹാസികൾ അന്ത്യകാലത്തിൽ ഉണ്ടാകുമെന്ന് പൗലോസും പറഞ്ഞിട്ടുണ്ട്. കാണുന്നത് താൽക്കാലികം, കാണാത്തത് നിത്യമെന്ന് പൗലോസും പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷേ ഈ പരിഹാസി എന്ത് ചെയ്യുന്നു? 16-ാമത്തെ വാക്യം പൗലോസ് അങ്ങനെ എഴുതിയിട്ടുണ്ട് തന്റെ ലേഖനത്തിൽ. അവയിൽ ഗ്രഹിക്കാൻ പ്രയാസമുള്ള ചിലതുണ്ട്. പ്രത്യാശയെക്കുറിച്ചും കർത്താവിന്റെ വരവിനെ കുറിച്ചും ഭൂമിയുടെ മാറ്റത്തെ കുറിച്ചൊക്കെ പറയുമ്പോ ഇതെല്ലാം മനസ്സിലാക്കാൻ, ഡീറ്റെയിൽസ് ഗ്രഹിക്കാനൊക്കാത്ത പല കാര്യങ്ങളുണ്ട്. അവിടെ ശ്രദ്ധിക്കണം. അറിവില്ലാത്തവരും എന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിപ്പിച്ച 2 വാക്കാണ്. അറിവില്ലാത്തവരും അസ്ഥിരരുമായവർ ശേഷം തിരുവഴുത്തുകളെ പോലെ അതും തങ്ങളുടെ നാശത്തിനായി കോട്ടി കളയുന്നു. എന്തുവാ ഈ വാക്ക്? അറിവില്ലാത്തവർ. അതങ്ങനെ ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ ചില മനുഷ്യരെങ്കിലും ചിന്തിക്കും, അയ്യോ ഇത് വലിയ ഒരു നിഗളത്തോടാണല്ലോ ഇത് പറയുന്നത്. അറിവില്ലാത്തവർ. പത്രോസ് ഉപയോഗിക്കുന്ന വാക്ക് 1-2 ഇംഗ്ലീഷ് പരിഭാഷകളിലൂടെ ഞാൻ പറയാം. ഇങ്ങനെയാണ് യൂജിൻ പീറ്റേഴ്സൺ എന്ന് പറഞ്ഞ പ്രസിദ്ധനായ വേദവിവർത്തനം ചെയ്ത വ്യക്തി പറഞ്ഞിരിക്കുന്നത്. ഇറസ്പോൺസിബിൾ പീപ്പിൾ, കാര്യങ്ങൾ അറിയാത്ത ഇറസ്പോൺസിബിൾ പീപ്പിൾ who don't know what they are talking about, twist them every which way. ദൈവത്തിന്റെ ന്യായത്തെക്കുറിച്ചും കർത്താവിന്റെ വരവിനെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഉള്ളത് ഇറസ്പോൺസിബിൾ പീപ്പിൾ. ഇറസ്പോൺസിബിൾ പീപ്പിളിന്റെ വേറൊരു വാക്കാണ് 4-ാം വാക്യത്തിൽ കണ്ട ഈ പരിഹാസി. ആ വേറൊരു വാക്കാ 2-1 കണ്ട ഈ ദുരുപദേഷ്ടാവ്. എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഇറസ്പോൺസിബിൾ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. വേറൊരു പരിഭാഷ ഇങ്ങനെയാ പറയുന്നത്, അൺടോട്ട് ആൻഡ് അൺസ്റ്റേബിൾ പീപ്പിൾ. അറിവില്ലാത്തവരെന്ന് പറഞ്ഞാൽ എന്തിന്റെ അറിവില്ലാത്തത്? എല്ലാവരുടെയും കൈ ബൈബിൾ ഇരിപ്പുണ്ടല്ലോ. ആരാ ഈ പരിഹാസി എന്നറിയാം? കഴിഞ്ഞൊരു ദിവസം ഞാനൊരു വീഡിയോ ക്ലിപ്പ് സന്ദർഭവശാൽ കണ്ടു. നമ്മുടെ ഈ അടുത്ത് തന്നെയുള്ള ഒരാളാണ് പറയുക. പലരും എന്നെ കുറിച്ച് പറയുന്നു ഞാൻ വചനം സംസാരിക്കുന്നില്ല. എനിക്ക് വചനം സംസാരിക്കാൻ സൗകര്യമില്ല. അപ്പൊ അതിന്റെ പ്രതികരണം എന്താണെന്നറിയോ? ആമേൻ. അതാണ് ഈ മധ്യ തിരുവിതാംകൂറിലെ പൊതുവെയുള്ള, എല്ലാവരിലും പിടിച്ചിട്ടില്ല, അത് ഞാൻ വരാം. ഇത് പറയുമ്പോൾ ആമേൻ പറയാത്തവർക്ക് വേറെ പ്രശ്നമുണ്ട്. എന്നാൽ ഇതിനും ആമേൻ പറയുന്നവരുണ്ട്. ബൈബിളും പിടിച്ചോണ്ടാ പോകുന്നത്. ദൈവവചനമല്ലല്ലോ ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നതെല്ലാം വേറെ കാര്യമില്ലല്ലോ. എനിക്ക് സൗകര്യമില്ല ദൈവവചനം പറയാൻ. നീ വേണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. അതിനും അടുത്ത പാട്ടാ, പിന്നെ പാട്ടിലേക്ക് പ്രവേശിക്കുക. ഇങ്ങനെയുള്ളവർക്കൊരു പ്രശ്നമുണ്ട് കേട്ടോ. ഈ പാട്ടിൽ തന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു ഭവനത്തിൽ തിരുവല്ലയിൽ കടന്നുപോയപ്പോൾ പറഞ്ഞതാണ്. അദ്ദേഹം ഒരു വാട്സാപ്പ് സ്റ്റേറ്റസ് ഇട്ടിരിക്കുകയാണ്. നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെ. ഇതാണ് ഈ വ്യക്തി ഇട്ടിരിക്കുന്നത്. അവിടെ ഒരു
ആള് വന്ന്, ഞാൻ ആ വാക്കങ്ങ് ഇപ്പൊ പറയുന്നില്ല, ആള് വന്ന് പറഞ്ഞു, എന്റെ സഹോദര, ഈ പാട്ടൊക്കെയാണോ വാട്സാപ്പ് സ്റ്റേറ്റസിൽ ഇട്ടേക്കുന്നത്? നിന്നോടൻ ദൈവമേ ഞാൻ ചേരട്ടെയോ? ഇത് വല്ല മാറ്റി താഴ്ചയല്ല ജയമാകട്ടെ ഇതുവല്ല ഇട. കർത്താവിന്റെ വരവിനെ കുറിച്ച് എന്റെ പ്രിയൻ വാനിൽ വരാറായി, ഇതേ ഉള്ളോ? ഇവിടെ ഒന്നും വേണ്ടേ? പ്രാണപ്രിയൻ വരുന്നു, ഇവിടെ എന്തായാലും ഇപ്പോഴുള്ള ഇട്. വചനം വേണ്ട എന്ന് പറയുന്നിടത്തെ പാട്ടുകളും ശ്രദ്ധിച്ചാൽ മതി, കേൾക്കാം. പരിഹാസത്തിന്റെ അങ്ങേ അറ്റം എന്തെന്ന് ചോദിച്ചാൽ, ദൈവവചനം മനസ്സോടെ മറന്ന് ഒരു ഉപദേശകന്റെയും പ്രവാചകന്റെയും മൂടുപടം ധരിച്ചുകൊണ്ട് ആൾക്കാരെ വാണിഭമാക്കി സ്വന്തം കീശ വീർപ്പിച്ച് മോഹത്തിൽ പിടിക്കപ്പെട്ടവർ ഇന്നല്ല അന്നുമുണ്ടായിരുന്നു. പത്രോസ് അപ്പോസ്തലൻ എഴുതുകയാ, ഈ പരിഹാസി നിന്റെ വിരുത് തെറ്റിക്കാതെ കഷ്ടത്തിന്റെ നടുവിൽ നീ നോക്കേണ്ടത് അടുത്ത ഉദ്ധാരണം അടുത്ത മാസത്തിലെ അല്ല. വരുന്നു ഒരു ദിവസം, നിന്റെ കഷ്ടം മാറുന്ന ഒരു ദിവസം, നിന്റെ പരിഹാസം മാറുന്ന ഒരു ദിവസം. യേശുവിന്റെ വരവിനായി നീ കാതോർത്തിരിക്കെ, കണ്ണു നോക്കി കാതോർത്ത് യേശുവിന്റെ വരവിന്റെ പ്രത്യക്ഷതയ്ക്കായി നോക്കിയിരിക്കുക. നമ്മളെ എന്ത് പറയുമ്പോഴാണ് ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ദൈവമക്കളെ? അത് നമ്മൾ തന്നെ ചിന്തിക്കേണ്ടതാണ്. നമ്മളെ ഏറ്റവും കൂടുതൽ വാഞ്ചിപ്പിച്ച് നിർത്തിയിരിക്കുന്നത്, മൈ ജീസസ് ഈസ് കമ്മിങ് ബാക്ക്, ഐ വിൽ ഗെറ്റ് മൈ റിവാർഡ് ഓൺ ദാറ്റ് ഡേ. അതാണോ? അതോ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുക, ഈ വർഷം അല്ലെങ്കിൽ അടുത്ത മാസം ഇതെല്ലാം ഈ നമ്മൾ എന്ന് വരെയാണോ ഇവിടെ ജീവിക്കേണ്ടത് അന്ന് വരെയുള്ള പ്രൊവിഷൻ ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ അതോടുകൂടെ ആഹാരം, വസ്ത്രം, ബേസിക് കാര്യങ്ങൾ ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. എന്നാൽ രക്ഷിക്കപ്പെട്ട ഒരാടെ കണ്ണിരിക്കുന്നത് ഈ ലോകത്തിലല്ല. രക്ഷിക്കപ്പെട്ട് വീണ്ടെടുക്കപ്പെട്ട ഒരാടെ കൊലോസ്യലേഖനം 3:1 പറയുന്നത് പോലെ, സെറ്റ് യുവർ ഹാർട്ട് ആൻഡ് മൈൻഡ്സ് ഓൺ തിങ്സ് അബവ്. ഉയരത്തിലുള്ളത് ചിന്തിച്ച് ഉയരത്തിലുള്ളതിനെ നോക്കി പാർക്കുന്നതല്ലേ വചനം ആഹ്വാനം ചെയ്യുന്ന മാനസാന്തരം. അറിവില്ലാത്തവരെന്ന് പറഞ്ഞാൽ അതിന്റെ അസൽ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ, ഈ ബൈബിൾ അറിയത്തില്ല. ഇപ്പൊ ഈ 3:14 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു, ഒന്ന് വ്യാഖ്യാനിച്ചേ, എനിക്കറിയത്തില്ല. അത്രയുള്ള അറിവില്ലാത്തതിന്റെ അർത്ഥം. ഇത് പഠിക്കാൻ സമയം എടുത്തിട്ടില്ല. ഇത് പഠിക്കുക എന്ന് പറയുന്നത് കേവലം ഒരു അക്കാഡമിക് എക്സസൈസ് മാത്രമല്ല ഞാൻ അർത്ഥമാക്കുന്നത്. ഇത് പഠിക്കുക എന്ന് പറയുന്നത് ഇതിനകത്തെ പല കാര്യങ്ങളും, ആശയങ്ങളും, വാക്കുകളും അത് മനസ്സിലാകണമെങ്കിൽ സമയം ചെലവഴിച്ച് ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ചിലപ്പോൾ ഒരു ഡിക്ഷണറി ആവശ്യമാകും, ചിലപ്പോൾ ഒരു ലെക്സിക്കൺ ആവശ്യമാകും. കർത്താവേ എന്നോട് സംസാരിക്കണമേ. അത് ഡിക്ഷണറിയിലുള്ള ആശ്രയം കൊണ്ടല്ല, ഇതെങ്ങനെയും ഒന്ന് മനസ്സിലായി കിട്ടണമേ എന്ന് പറഞ്ഞ് ഒരു സ്റ്റുഡൻ്റായിട്ട്, എനിക്ക് അറിവില്ല കർത്താവേ, എൻ്റെ മനസ്സിൽ ഈ വചനമൊന്ന് പ്രതിഫലിപ്പിക്കണമേ എന്ന് പറഞ്ഞിരിക്കുന്നൊരു വരുവൻ പരിഹാസിയല്ല. അവൻ കർത്താവിൻ്റെ വരവിനെ നോക്കി പാർത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അറിവില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ ഈ ഉപദേഷ്ടാവെന്നുള്ള ശൈലിയുണ്ട്. ഇന്ന് പ്രസംഗം കിട്ടാൻ വല്ല ക്ഷാമമുണ്ടോ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനോട് ചോദിച്ചാൽ മതി. സജസ്റ്റ് മീ എ സെർമൺ ഫ്രം 2 Peter 3:14-16. ഇപ്പൊ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നതിനെക്കാട്ടി ചിലപ്പം മനോഹരമായ എല്ലാം ടി എന്ന് തുടങ്ങുന്നോ പി എന്ന് തുടങ്ങുന്നോ പ്രസംഗം കിട്ടും. പ്രസംഗം കുറച്ച് അവതരണം ഇതൊന്നുമല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് മനസ്സോടെ മറക്കുക. എന്ത്? ഇത് പഠിക്കേണ്ട ഒരു പുസ്തകമാണെന്ന് മനസ്സോടെ ഞാൻ മറക്കുന്നു.
അതിന് വല്ല വാക്യമുണ്ടോ? തൊട്ടടുത്ത വാക്യം 17. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ മുൻകൂട്ടി അറിഞ്ഞിരിക്കൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ടു വീണുപോകാതിരിക്കാൻ. അധർമ്മികളെന്ന് ഉദ്ദേശിക്കുന്നത് ഡെലിബറേറ്റ് ആയിട്ടാണ് ഇവൻ അറിവില്ലാതിരിക്കുന്നത്. മനസ്സോടെ വചനം അവൻ മറക്കുന്നു. അവൻ ഈ ലോലെസ്നെസ്സിൽ സന്തോഷിച്ച് ഈ അധർമ്മം ആണെന്ന് അറിഞ്ഞോണ്ട് വശീകരിക്കപ്പെട്ടു പോയിരിക്കുകയല്ലേ ആള്. വചനം മനസ്സോടെ മറന്ന്, അറിവില്ലാത്തവനെന്ന് പറഞ്ഞാൽ സമയം ചെലവഴിക്കാതെ ഇതിനപ്പുറമായുള്ള കാര്യങ്ങൾ പറഞ്ഞ് ആൾക്കാരെ വികാരഭരിതമാക്കുന്ന ഒരു പ്രവണത. എന്തുവാ അടുത്ത വാക്കിൽ പറയുന്ന അറിവില്ലാത്തവരും അസ്ഥിരരുമെന്ന് പറഞ്ഞാൽ? വാസ്തവത്തിൽ ചിന്തിക്കണമേ, ഈ അസ്ഥിരരെന്നുള്ള അതേ പദമാണ് 2:14 ദുരുപദേഷ്ടാക്കന്മാർക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന പദം. 2:14 അവർ വ്യഭിചാരിണിയെ കണ്ട് രസിക്കുകയും പാപം കണ്ട് തൃപ്തിപ്പെടാതിരിക്കുകയും ചെയ്യുന്ന കണ്ണുള്ളവരും. അടുത്ത വാക്കെന്താ? സ്ഥിരമില്ലാത്ത ദേഹികളെ വശീകരിക്കുന്നവരും ദ്രവ്യാഗ്രഹത്തിൽ അഭ്യാസം തികഞ്ഞ ഹൃദയമുള്ളവരുമായ ശാപയോഗ്യന്മാർ. പരിഹാസികളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചില വാക്കുകൾ വാസ്തവത്തിൽ 22 വാക്യത്തിൽ പറയുന്നത്, എന്നാൽ സ്വന്തം ഛർദിക്ക് തിരിഞ്ഞ നായെന്നും കുളിച്ചിട്ട് ചെളിയിൽ ഉരുളുവാൻ തിരിഞ്ഞ പന്നി എന്നുമുള്ള സത്യമായ പഴഞ്ചൊല്ല് പോലെ അവർക്ക് സംഭവിച്ചു. ഇതെല്ലാം പത്രോസ് പറയുമ്പോ തന്റെ ഹൃദയത്തിൽ എന്താ? വചനം വിട്ടുള്ള ഒരു പ്രവണതയ്ക്കും ഒരൽപ്പം പോലും വിങ്ക് കൊടുക്കാതെ പറയട്ടെ, പുള്ളിക്കുള്ള ശുശ്രൂഷ പുള്ളി ചെയ്തോട്ടെ, അത് കുറെ ജഡമിളക്കുന്നതാണെങ്കിൽ അത് ചെയ്യട്ടെ എന്ന് പറയാതെ വചനം മനസ്സോടെ മറക്കുന്നതും അറിവില്ലാത്തവരും അസ്ഥിരരുമായവരെ തിരിച്ചറിയണമെന്നുള്ള ഒരു വലിയ വാണിംഗ് അല്ലേ പത്രോസ് അപ്പോസ്തലൻ ഈ ലേഖനത്തിലൂടെ തരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ യൂട്യൂബിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ നമ്മൾ കേൾക്കുന്നത് എത്ര മാത്രം ശ്രദ്ധിച്ച് കേൾക്കണം. അന്ത്യകാലത്തിൽ പരിഹാസികൾ ഉണ്ടാകും. അവർ അറിവില്ലാത്തവരാണ്, അവർ അസ്ഥിരരാണ്, അവർ ധനമോഹികളാണ്, അവർ സ്വന്തം മോഹങ്ങൾക്ക് കീഴ്പ്പെട്ടവരായി നായ ഛർദിക്ക് തിരിഞ്ഞതുപോലെ ചെളിക്കകത്ത് കിടന്നുരുളുന്ന പന്നിയെ പോലെ ദൃഷ്ടാന്തമായി പറഞ്ഞിരിക്കുന്നു പത്രോസ്. അവർ ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം പ്രത്യാശയിൽ നിന്നും ന്യായവിധിയിൽ നിന്നും മനുഷ്യഹൃദയങ്ങളെ മാറ്റി ലൗകികതയിലേക്ക് തിരിച്ചുവിടുന്ന ഒരു പ്രവണത. ഇവർ ചെയ്യുന്ന ആ പ്രവൃത്തി 16 വാക്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കണമേ. അവയിൽ ഗ്രഹിക്കുവാൻ പ്രയാസമുള്ള ചിലതുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരരുമായവർ, അവരുടെ ഹൃദയം പൂർണ്ണമായി ദൈവത്തിന് കൊടുത്തിട്ടില്ല. അവർ ശേഷം തിരുവെഴുത്തുകളെ പോലെ അതും തങ്ങളുടെ നാശത്തിനായി എന്തു ചെയ്യുന്നു? കോട്ടിക്കളയുന്നു. വാരൻ വിയർസ്ബി എന്ന് പറഞ്ഞ പ്രസിദ്ധനായ ഒരു വേദശാസ്ത്രജ്ഞൻ, കമന്റേറ്റർ ഉണ്ട്. അദ്ദേഹം ഈ ഡിസ്റ്റോർഷനെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന കോട്ടിക്കളയുക എന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക്, ഒരു സെന്റൻസ് വളരെ ചിന്തിപ്പിച്ചു. അതായത് ഇങ്ങനെയാ പറയുന്നത്: when your lifestyle contradicts with the word of God, you must either change your lifestyle or change the word of God. 2 അധ്യായത്തിൽ നീണ്ട ലിസ്റ്റ് ഉണ്ട്. ഈ ദുരുപദേഷ്ടകൻ, മോഹത്തിൽ പിടിക്കപ്പെട്ടവൻ, വാണിഭമാക്കി മനുഷ്യരെ മാറ്റി സ്വയ ദൂതുകൾ പറഞ്ഞിളക്കുന്നവന്റെ ലക്ഷ്യം മുഴുവൻ താൽക്കാലികമാണ്. അവന്റെ ലൈഫ് സ്റ്റൈൽ, പണം ചെലവഴിക്കുന്ന രീതി, സാക്ഷ്യങ്ങൾ, ഇതൊന്നും വചനവുമായിട്ട് ചേരാതെ വരുമ്പോൾ 2 ഓപ്ഷനേ ഉള്ളൂ. When your lifestyle is not matching with the word of God, either you have to change your lifestyle or change the word of God. അതിൽ പരിഹാസി ചെയ്യുന്നത് എന്താ? Change the word of God. എൻ്റെ ലൈഫ് സ്റ്റൈലിനൊത്ത ഒരു ശുശ്രൂഷ,
വാസ്തവത്തിൽ ഈ പ്രത്യാശ, ഈ ന്യായവിധി ദിവസത്തെക്കുറിച്ചുള്ള ബോധം എന്റെ ജീവിത ശൈലിയെ മാറ്റണമായിരുന്നു. ഞാൻ പണം ചെലവഴിക്കുന്നത്, സമ്പാദിക്കുന്നത്, എന്റെ ഹൃദയത്തിലെ ഇഷ്ടങ്ങൾ എന്താ, ഇതൊക്കെ ദൈവവരവിങ്കൽ ആ പ്രത്യാശയിൽ രൂപപ്പെടുത്തേണ്ട ഞാൻ. ഒന്നുകിൽ അങ്ങനെ സംഭവിക്കണം, അല്ല എനിക്ക് മാറാൻ തയ്യാറല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ തന്നെ പോണം. എനിക്ക് ഇഹലോകത്തിൽ ഈ പുകഴ്ചയിലും വമ്പിലും പിടിക്കപ്പെട്ട് സമൃദ്ധിയുടെ ഈ സുവിശേഷത്തിൽ കിടന്ന് കറങ്ങണമെന്നാണ് എൻ്റെ ചിന്തയെങ്കിൽ പിന്നെ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. കാരണം ബൈബിളും കൊണ്ട് വരാതിരുന്ന പ്രശ്നമാണ്. ബൈബിളും കൊണ്ട് വന്നിട്ട് യു ഡിസ്റ്റോർട്ട് ദ വേർഡ് ഓഫ് ഗോഡ്. എന്തുവാണോ ഇതിന്റെ പ്രധാന ചിന്ത അത് മറച്ചു വെച്ച്, സുവിശേഷത്തിന്റെ പ്രധാന സാധ്യത എന്താണോ അത് മറച്ചു വെച്ച്, എല്ലാവർക്കും കർണരസകരമായതൊന്ന് പറഞ്ഞ് എൻ്റെ ജീവിതത്തിലേക്ക് യാതൊരു തിരുത്തൽ വരാത്ത രീതിയിൽ ഒരു ദൂതുണ്ടാക്കി പറയുക. നോക്കണമേ, വാസ്തവത്തിൽ പത്രോസിനെ ഇങ്ങനൊരു കാര്യത്തിലേക്ക് അങ്ങ് പ്രേരിപ്പിച്ച് നിർത്തിയിരിക്കുന്നത് എന്താ? ഒരണുവിട വചനത്തിൽ നിന്ന് മാറുന്നില്ല. വചനം മനസ്സോടെ മറയ്ക്കുന്നവരോട്, ഹെറസി, ഡിസ്ട്രക്റ്റീവ് ഹെറസീസ് പറയുന്നവരോട് ഒരു കോംപ്രമൈസും ഇല്ലാതെ തിരുത്തലിന്റെ ശബ്ദമായി നിൽക്കാൻ പത്രോസിനെ പ്രേരിപ്പിക്കുന്നത് എന്താ? നിങ്ങൾ അതൊന്ന് ചിന്തിക്കണമേ. 1:19 വാക്യം നോക്കണം. 1:19 വാക്യം, പ്രവാചക വാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. പരിഹാസി കോട്ടിക്കളഞ്ഞത് എന്താ? പ്രവാചക വാക്യങ്ങൾ. കർത്താവിന്റെ വരവിനെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചുമുള്ള വാക്കുകൾ പരിഹാസി, ദുരുപദേഷ്ടാവ് കോട്ടിക്കളഞ്ഞു. ഡിസ്ട്രക്റ്റീവ് ഹെറസീസ് കൊണ്ടുവന്നു. അതിനെ കോട്ടിക്കളഞ്ഞ് മനുഷ്യർക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാത്രം പറഞ്ഞു. പത്രോസ് പറയുക, പ്രവാചക വാക്യം അധികം സ്ഥിരമായി നമുക്കുണ്ട്. നേരം വെളുക്കുകയും, കേൾക്കണേ, നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം. എന്തിനെ കുറിച്ചാണ് ഈ പത്രോസ് പറയുന്നത്? നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുക എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാ പറയുന്നത്? യേശു കർത്താവിന്റെ പ്രത്യക്ഷത. നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് എന്ത് ചെയ്യണം? പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന്. ഏതിനെ കരുതിക്കൊണ്ടാൽ? ഈ തിരുവചനത്തിന്റെ ചിന്തകൾ, ഈ പ്രവചന ശബ്ദങ്ങൾ, യേശു കർത്താവിന്റെ വചനങ്ങൾ ഇരുണ്ട സ്ഥലത്തിലെ പ്രകാശം പോലെ എന്റെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് നടന്നാൽ അത് നിനക്ക് നല്ലതെന്ന്. ഹൃദയം നിറയട്ടെ. എന്തിനാൽ? മോഹത്താലല്ല, അസ്ഥിരരുടെ വ്യാഖ്യാനങ്ങളിലല്ല, അറിവില്ലാത്തവരുടെ പ്രസംഗങ്ങളിലല്ല. ഹൃദയം നിറയട്ടെ. പ്രവചനത്തിലൂടെ വരുന്ന പ്രത്യാശയിൽ ഹൃദയം നിറയട്ടെ. യേശു പറഞ്ഞ ആ വാഗ്ദത്തത്തിൽ, ഏത് വാഗ്ദത്തം? ഞാൻ വരുന്നു എന്നുള്ള വാഗ്ദത്തം ഒരു ദീപശിഖ പോലെ എന്റെ ഹൃദയത്തിൽ നിറയട്ടെ. കേൾക്കാത്ത രണ്ട് കാര്യമാണ് ഈ ദിവസങ്ങളിൽ. ഒന്ന് കർത്താവിന്റെ വരവ്, രണ്ട് മരണം. മരണത്തെക്കുറിച്ച് കേൾക്കണമെങ്കിൽ ഫ്യൂണറലിന് പോകണം. അവിടെ വേറെയൊന്നും അല്ലാതെ പറയാനൊക്കത്തില്ല. അതുകൊണ്ട് കേൾക്കാം. യോഹന്നാൻ 14 നിന്നോ 1 തെസ്സലോനിക്കയിൽ നിന്നോ കേൾക്കാം. പക്ഷെ പത്രോസ് പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. 1:14, ഞാൻ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം നിങ്ങളെ ഓർപ്പിച്ചുണർത്തുക യുക്തമെന്ന് വിചാരിക്കുന്നു. ഇതിന് മുമ്പുള്ള വാക്യം കൂടെ ഒന്ന് വായിച്ചോട്ടെ ഞാൻ. 13 വാക്യം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് അറിവ് തന്നതുപോലെ. എന്തോ അറിവ് തന്നു? എൻ്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ അടുത്തിരിക്കുന്നുവെന്ന്
അറിഞ്ഞിരിക്കയാൽ. രണ്ടറിവുണ്ട് പത്രോസിന്. എന്തോ അറിവ്? യേശു കർത്താവ് എന്നോട് പറഞ്ഞായിരുന്നു, എൻ്റെ കൂടാരം പൊളിയാൻ പോവാ. എനിക്കൊരു അറിവുണ്ട്, 3:10 ഭൂമിയെല്ലാം കത്താൻ പോവാ. തൻ്റെ മരണത്തെക്കുറിച്ച് ഉറപ്പുണ്ട്. ഈ ഭൂമിയെക്കുറിച്ച് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഉറപ്പുണ്ട്. താൻ എങ്ങനെ മാറും തൻ്റെ ചിന്തകൾ യേശുവിങ്കൽ നിന്നല്ലാതെ. പ്രിയമക്കളെ, ചിന്തിക്കാറുണ്ടോ? നമ്മൾ പലപ്പോഴും യേശു കർത്താവ് നമ്മളോട് പറയുന്നത് 13 പോലല്ല. യേശു കർത്താവ് എന്നോട് പറഞ്ഞെന്ന്, എൻ്റെ കൂടാരം പൊളിയാൻ പോവാന്ന് പത്രോസ് പറയുക. മരണത്തെക്കുറിച്ചൊരു ഉറപ്പ്, ഈ ഭൂമിയെക്കുറിച്ചൊരു ഉറപ്പ്. 3:10 പറയും, ഇതെല്ലാം വെന്ത് നശിക്കാൻ പോവാ. ഒന്നീ നമ്മുടെ മരണം, അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ്. ഇതിലേതാദ്യം സംഭവിക്കുമെന്നുള്ള ചിന്തയിലാണ് എല്ലാ വിശ്വാസിയും അനുദിനം ജീവിക്കേണ്ടത്. ആ ഒരു അറിവോടെ വേണം ബൈബിൾ വായിക്കാൻ. അസ്ഥിരൻ എന്ന് പറഞ്ഞാൽ മരണത്തെക്കുറിച്ച് ചിന്തയില്ല, കർത്താവിൻ്റെ വരവിനെ കുറിച്ച് ചിന്തയില്ല, ഈ ഭൂമി തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യവുമില്ല, ഞാനിവിടെ എന്നും കാണുമെന്നുള്ള ഇതിൽ ചിന്തിക്കുക. ഞാൻ ആദ്യ നിമിഷങ്ങളിൽ പ്രവേശിച്ചപ്പോൾ പാടിയ പാട്ട് കേട്ടപ്പോൾ ഞാൻ വളരെ അതിശയിച്ചു. ഞാൻ എൻ്റെ നോട്ടിൽ എഴുതി വെച്ചിരിക്കുക PV തൊമ്മി ഉപദേശിയെക്കുറിച്ച്. PV തൊമ്മി എന്ന് പറഞ്ഞ ഉപദേശി. ഇപ്പോൾ നമുക്ക് ഒരു നല്ല യൂട്യൂബ് പ്രോഗ്രാം നടക്കുന്നുണ്ട്, തലമുറകളുടെ സംഗീതം. 7 എപ്പിസോഡോ എങ്ങാണ്ടായി. പഴയ പാട്ടുകൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നൊക്കെ നിന്നുകൊണ്ട് പാടുക. അപ്പോൾ 1919 കോളറ പടർന്ന് പിടിച്ച സമയം കുന്നംകുളത്ത് തൊമ്മി ഉപദേശി തൻ്റെ ഭക്തിയും ക്രിസ്തീയ പ്രത്യാശയുമെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് കോളറ പിടിപ്പെട്ടവരെ ശുശ്രൂഷിപ്പാനായി അങ്ങോട്ട് ഇറങ്ങി. ഞാൻ ചിന്തിക്കുക, നമ്മുടെ ഇന്നത്തെ വേദശാസ്ത്രത്തിൽ അങ്ങനൊരു പ്രവൃത്തി ഉണ്ടാകാൻ തന്നെ പ്രയാസമാണ്. നമ്മുടെ വേദശാസ്ത്രം പലപ്പോഴും നമ്മളെ പഠിപ്പിച്ചത് നമുക്ക് വരത്തില്ല, കോളറ വരത്തില്ല, മറ്റവരെല്ലാം സഹിച്ചോട്ടെ, നമുക്ക് വരത്തില്ല. വെള്ളപ്പൊക്കം എല്ലാവരും മുങ്ങും, ഞാൻ മുങ്ങത്തില്ല. കുന്നംകുളത്തുകാരൻ തൊമ്മി ഉപദേശി നമ്മൾ പിടിച്ച അതേ ബൈബിളാണ് വായിച്ചത്. പക്ഷെ ദൈവസ്നേഹത്താൽ നിറയപ്പെട്ട് പ്രത്യാശയും ഭൂമിയുടെ അന്തവും സുവിശേഷവും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഇറങ്ങി ഈ കോളറ പിടിപെട്ടവരെ സഹായിക്കാൻ വേണ്ടി. എന്ത് സംഭവിച്ചു? കോളറ പിടിപെട്ട് 38-ാം വയസ്സിൽ മരണപ്പെട്ടു. താൻ എഴുതിയ പാട്ടുകളാണ്, എന്നോടുള്ള നിൻ സർവ നന്മകൾക്കും വന്ദനമേശുവര, നിനക്കെന്നും വന്ദനമേശുവര. അദ്ദേഹത്തിൻ്റെ ഒരു വരി നമുക്കെല്ലാം അറിയാവുന്ന, അന്ത്യം വരെയും എന്നെ കാവൽ ചെയ്തിടുവാൻ. ഈ അന്ത്യം വരെ എന്ന് പറഞ്ഞ് എന്താ ഉദ്ദേശിക്കുന്നത്? 1:13 പത്രോസ് പറയുന്നത് പോലെ, എൻ്റെ നിര്യാണകാലം അടുത്തു എന്ന് യേശു എന്നോട് പറഞ്ഞതാ. ആ അന്ത്യം വരെയും എൻ്റെ ഇഷ്ടം തികയ്ക്കാനല്ല ആയുസ് കൂട്ടി തന്നിരിക്കുന്നത്, ദൈവത്തിൻ്റെ ഇഷ്ടം ഈ ലോകത്തിൽ നിവർത്തിക്കാനാണ് ആയുസ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മുടെ ഇഷ്ടം കുറച്ചുകൂടെ ചെയ്യാനും കുറച്ചുകൂടെ വെട്ടിപ്പിടിക്കാനുമല്ല ഒരായുസ്. 2020-ലും 2021-ലും അനേകർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ, എന്നാൽ കുറച്ചുകൂടെ നിന്നോ, കുറച്ചുകൂടെ സമ്പാദിക്കാമല്ലോ. അല്ല, ദൈവത്തിൻ്റെ ഹിതം തികയ്ക്കാൻ ബാക്കിയുള്ളത് കൊണ്ട് അങ്ങനെ ചിന്തിച്ച് വേണം പാടാൻ. അന്ത്യം വരെയും എന്നെ കാവൽ ചെയ്തിടുവാൻ, ദൈവത്തിൻ്റെ ഇഷ്ടം അവസാനം നിവർത്തിക്കുന്നതും വരെ എന്നെ കാവൽ ചെയ്തിടാൻ അങ്ങയുടെ ദൂതന്മാർ എനിക്ക് ചുറ്റുമുണ്ട്. TJ ആൻഡ്രൂസ് എന്ന് പറഞ്ഞ പ്രസിദ്ധനായ പാട്ടുകാരൻ, ഇന്ന് രോഗം വല്ലം വഴിക്കൂടെ പോയാൽ, ഒരു ഡയഗ്നോസിസോ എന്തെങ്കിലും ആയാൽ, ഈ പറഞ്ഞ പോലെ പരിഹാസികളുടെ അടുത്ത് ചെന്നാൽ വലിയ പ്രശ്നമാകും. നിങ്ങളെ വാണിഭ കച്ചവട ചരക്കാക്കി മാറ്റും. എന്നാൽ വെളിപ്പാടുള്ളവർ എഴുതി വെച്ചിട്ടുണ്ട്, രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം. എന്നാൽ ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു സൗഖ്യം നമ്മൾക്ക് അപ്പോൾ ലഭിച്ചു എന്ന് വരികയില്ല. TJ ആൻഡ്രൂസ് എന്ന് പറഞ്ഞ പ്രസിദ്ധനായ
ഈ പാട്ടെഴുത്തുകാരൻ പാടിയത്, ദുഃഖം ദാരിദ്ര്യമെന്നീ വയ്ക്കുണ്ടോ ശക്തി എന്നിൽ, കൈക്കു പിടിച്ചു നടത്തിക്കൊണ്ടു. അവിടെ ദുഃഖമുണ്ടോ? അവിടെ ദാരിദ്ര്യമുണ്ടോ? പരിഹാസി പറയുന്നു ഇല്ല, ദുഃഖമില്ല, ദാരിദ്ര്യമില്ല. വെളിപ്പാടുള്ളവൻ പറയുന്നു ദുഃഖമുണ്ട്, ദാരിദ്ര്യമുണ്ട്, പക്ഷെ ഇവയ്ക്ക് ശക്തിയില്ല. എന്തിനെ നശിപ്പിക്കാൻ ശക്തിയില്ല? കർത്താവിന്റെ വരവിൽ നിന്നും എൻ്റെ കണ്ണിനെ എടുപ്പിക്കാൻ ഈ ദുഃഖത്തിനും ദാരിദ്ര്യത്തിനും ശക്തിയില്ല. അപ്പൊ എന്തുവാ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ എൻ്റെ സാഹചര്യത്തിനൊരു മാറ്റം തരണം, എന്നാൽ എല്ലാറ്റിലും മേളിൽ അങ്ങയുടെ പ്രത്യാശ എന്നിൽ നഷ്ടപ്പെട്ടു പോകാതെ എൻ്റെ ഹൃദയത്തെ സൂക്ഷിക്കണമേ. ജോലി വേണ്ടായോ? ഈ ജീവിതത്തിൽ ജോലി വേണം, പക്ഷേ ഭയപ്പെടേണ്ടത് ജോലിയിൽ ഒരു സമൃദ്ധി ഉണ്ടാകുമ്പോഴും അങ്ങയുടെ വരവോളം എന്നെ ഇതൊന്നും സന്തോഷിപ്പിക്കരുതേ. വിവാഹം നടക്കേണ്ട സമയത്ത് നടക്കണം, എന്നാൽ അങ്ങയുമായിട്ടുള്ള ആ ദിവസത്തെ ആ ഒരു വേളിയോളം എന്നെ ഇതൊന്നും സന്തോഷിപ്പിക്കരുത്. കുഞ്ഞുങ്ങൾ വേണ്ടേ? കുഞ്ഞുങ്ങൾ വേണം, എന്നാൽ ആ പ്രത്യക്ഷതയുടെ ദിവസത്തോളം ഇതൊന്നും എന്നെ സന്തോഷിപ്പിക്കരുത്. വീണ്ടും ജനിച്ച വ്യക്തിയെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കേണ്ടത്, പാട്ടുകാർ അതല്ലേ പാടിപ്പോയത്, കാന്താ താമസമെന്തോ വരുവാൻ യേശു, കാന്താ താമസമെന്തോ. എന്തോ പറ്റി പ്രിയതേ മക്കളെ, എന്തോ സാരമായി പറ്റിയല്ലോ. എന്തുകൊണ്ടാ നമ്മൾ മരണത്തെക്കുറിച്ചുള്ള ദൂതുകൾ കേൾക്കാത്തത്? പത്രോസ് പറയുക, എന്നോട് യേശു പറഞ്ഞു എൻ്റെ കൂടാരം പൊളിയാൻ പോവുക. ഞാൻ കർത്താവിന്റെ വചനവും പ്രവചന ശബ്ദവും കേട്ടു, ഇതെല്ലാം തീക്കായി സൂക്ഷിച്ചിരിക്കുക. ഈ ശബ്ദം എന്തുകൊണ്ടാ നമ്മുടെ കാതുകളിൽ പതിയാത്തത്? നമ്മുടെ കണ്ണുകളിൽ എന്തുകൊണ്ട് നിത്യത പതിയുന്നില്ല? എന്തുകൊണ്ട് മറ്റു പല കാര്യങ്ങളും ഈ കാന്തനെക്കാട്ടിൽ നമ്മളെ സന്തോഷിപ്പിക്കുന്നു? ഈ ചിന്തകൾക്ക് ഒരു സമാപനം കുറിക്കുവാനായി ഒരു വാക്യം കൂടെ വായിപ്പാൻ വേണ്ടി ഞാൻ താല്പര്യപ്പെടുകയാണ്. ആ 14 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ച് ഒരു വാക്യം കൂടെ ഈ ധ്യാന ചിന്തകൾക്ക് അവസാനമായി ഞാൻ വായിക്കട്ടെ. എന്തിനാ പത്രോസ് ഇതെല്ലാം പറയുന്നത്? 14-ാമത്തെ വാക്യം മുതൽ ഒന്നുകൂടെ വായിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വാസ്തവത്തിൽ ആ വാക്ക് 3-1 പ്രിയമുള്ളവരെ, 8-ാമത്തെ വാക്യത്തിൽ എന്നാൽ പ്രിയമുള്ളവരെ, എന്ത് സ്നേഹത്തോടെ വാത്സല്യത്തോടെ തൻ്റെ മുമ്പിലുള്ള പരദേശികൾ വിശ്വാസികളോട് പറയുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കുകയാൽ. ഏതിനായി? പരിഹാസിയുടെ കെണിയിൽ പിടിപെടാതെ, അവന്റെ വാക്ക് വിശ്വസിക്കാതെ, അസ്ഥിരന്റെയും അറിവില്ലാത്തവന്റെയും വ്യാഖ്യാനത്തിൽ കുടുങ്ങിപ്പോകാതെ, പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കുക. എവയ്ക്കായി? യേശുവിന്റെ പ്രത്യക്ഷതയ്ക്കും ഈ ഭൂമി മാറിപ്പോകുന്നതാണെന്നും പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി നിങ്ങൾ കാത്തിരിക്കുന്നത് കൊണ്ട്. ആ 14-ാം വാക്യത്തിൽ ഇപ്പൊ നമ്മൾ വായിച്ചത് നമ്മളെ കുറിച്ച് പറയുമോ ദൈവമക്കളെ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കാൻ. ഏതിനായി? നിലനിൽക്കുന്നതിനായി കാത്തിരിക്കാൻ. ഇവയ്ക്കായി എന്ന് പറയുന്നത് മാറ്റപ്പെടുന്നതിനായിട്ടല്ല കാത്തിരിക്കുന്നത്, ഇവയ്ക്കായി, പുതിയ ഭൂമിക്കായി, പുതിയ സ്വർഗത്തിനായി, നിത്യരാജ്യത്തിനായി, പ്രത്യക്ഷതയ്ക്കായി, ന്യായവിധിക്കായി നിങ്ങൾ കാത്തിരിക്കാൻ. അവൻ നിങ്ങളെ ആ ദിവസമേ, ഈ കാത്തിരിപ്പിന്റെ അവസാനം കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചും കൊണ്ട്. എന്തായിരിക്കണം നമ്മുടെ ഉത്സാഹം? നമ്മുടെ കാത്തിരിപ്പ് കർത്താവിന്റെ വരവാണെങ്കിൽ ആ വരവിങ്കൽ അവൻ എന്നെ കാണേണ്ടത്, മണവാളൻ എന്നെ കാണേണ്ടത് അശുദ്ധി പിടിച്ച് അസ്ഥിര ഹൃദയത്തോടെ അല്ല. ആ ദിവസം അവൻ എന്നെ കാണേണ്ടത് കറയും കളങ്കവുമില്ലാതെ
അവനോട് സമാധാനമുള്ളൊരു ഹൃദയവുമായി അവൻ എന്നെ കാണാൻ ഇടയാകട്ടെ. ആരും ചിന്തിക്കരുതേ ഇനിയും കിടക്കുക സമയം. ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ഞാൻ 3:14 വായിച്ചൊന്ന് ബലപ്പെടുന്നുണ്ട്, ധ്യാനിക്കുന്നുണ്ട്. ഇല്ല, സമയത്തെക്കുറിച്ച് ആർക്കും അറിവില്ല. ഈ പ്രത്യാശ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഉള്ള പക്ഷം ഇന്നത്തെ ദിവസം ഒരുങ്ങണം. അവന്റെ പ്രത്യക്ഷതയിൽ കറയും കളങ്കവുമില്ലാതെ സമാധാനത്തോടെ അവൻ എന്നെ കാണാൻ ഞാൻ ഉത്സാഹിക്കണം. എന്റെ ഉത്സാഹം മുഴുവൻ എന്നിലെ കറയും കളങ്കവും മാറ്റണമേ. എന്നിലെ അസ്ഥിര ഹൃദയം മാറ്റണമേ. അറിവില്ലാത്ത വ്യാഖ്യാനങ്ങളിൽ നിന്ന് എന്നെ രക്ഷിച്ച് സ്ഥിരമുള്ള ഹൃദയവും യഥാർത്ഥ വചനത്തിന്റെ പ്രത്യാശയിലേക്കും എന്നെ നടത്തണമേ. അവൻ എന്നെ കാണുമ്പോ കറയും കളങ്കവും ഇല്ലാത്തവനായി മണവാളൻ എന്നെ കാണാൻ ഇടയാക്കണമേ. അതാണോ എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളുടെ ആഗ്രഹം? അവൻ എന്നെ കാണുമ്പോ കറയും കളങ്കവും ഇല്ലാതെ, പരിഹാസിയുടെ കൂട്ടത്തിലല്ല, മനസ്സോടെ മറന്നു കളയുന്നവന്റെ കൂട്ടത്തിലല്ല, ഹൃദയത്തിൽ വചനം ധ്യാനിച്ച് പ്രത്യാശയിൽ നിറയപ്പെട്ട് ഓട്ടം സ്ഥിരതയോടെ ഓടുന്ന ഒരു മണവാളന് വേണ്ടി വേളി കഴിക്കാൻ നിൽക്കുന്ന മണവാട്ടി പോലെ എന്നെ കാണണമേ. 15-16 വായിക്കട്ടെ. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിനൊത്തവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച്, ഏതിനെക്കുറിച്ച്? നമ്മുടെ പ്രത്യാശയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച്, പുതിയ ആകാശവും പുതിയ ഭൂമിയെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ അവയിൽ ഗ്രഹിക്കുവാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. എല്ലാം മനസ്സിലാകുന്നില്ല. അപ്പോ എന്ത് ചെയ്യുന്നു? അറിവില്ലാത്തവരും അസ്ഥിരരുമായവർ. ആരാ അസ്ഥിരർ? 2:11 വെളിച്ചത്തിൽ ഈ ദുരുപദേഷ്ടാക്കൻ, ഈ പരിഹാസി, അസ്ഥിരൻ, ശേഷം തിരുവെഴുത്തുകളെ പോലെ അതും ഈ പ്രത്യാശയുടെ ദൂതും ഈ പുതിയ ആകാശവും പുതിയ ഭൂമിയുടെ ദൂത് തങ്ങളുടെ നാശത്തിനായി കോട്ടിക്കളയുന്നു. ഇതെല്ലാം പറയുന്നത് എന്തിനാണെന്നറിയാമോ? ലാസ്റ്റ് വാക്യമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് 2:9 വാക്യമാണ്. പത്രോസ് ഇതെല്ലാം പറയുന്നത് എന്തിനാണെന്നറിയാം? 2:9 ഒരു രീതിയിൽ പറഞ്ഞാൽ ഈ ലേഖനത്തിന്റെ ഒരു താക്കോൽ വാക്യം തന്നെ. കർത്താവ് ഭക്തന്മാരെ പരീക്ഷയിൽ നിന്ന് വിടുവിക്കുവാനും നീതികെട്ടവരെ വിശേഷാൽ മലിനമോഹം കൊണ്ട് ജഡത്തെ അനുസരിച്ച് നടക്കുകയും കർത്തൃത്വത്തെ നിന്ദിക്കുകയും ചെയ്യുന്നവരെ ന്യായവിധി ദിവസത്തിലെ ദണ്ഡനത്തിനായി കാക്കുവാനും അറിയുന്നുവല്ലോ. ദൈവത്തെക്കുറിച്ചൊരു അറിവാണ് പത്രോസ് മുമ്പോട്ട് വെക്കുന്നത്. എന്തുവാ ദൈവത്തെക്കുറിച്ചുള്ള അറിവ്? കറ പുരളാതെ കളങ്കമില്ലാതെ ജീവിക്കുന്നവനെ അവൻ എന്ത് ചെയ്യും? അവൻ വിടുവിക്കും, അവൻ രക്ഷിക്കും. എന്നാൽ ഈ മോഹങ്ങളിൽ പിടിക്കപ്പെട്ട് മനസ്സോടെ വചനം മറച്ച് അസ്ഥിരതയും അറിവില്ലായ്മയും കൊണ്ട് കോട്ടിക്കളയുന്നവനെ അവിടെ എഴുതിയിരിക്കുന്നത് ന്യായവിധി ദിവസത്തിലെ ദണ്ഡനത്തിനായി കാക്കും. ഷുവറായിട്ടും പണിഷ്മെന്റ് കിട്ടും. എന്നാൽ ലോത്തിനെ വിടുവിച്ചതുപോലെ, അതാ 8-ാമത്തെ വാക്യത്തിൽ, 5-ാം വാക്യത്തിൽ നോഹയെ പരിപാലിച്ചതുപോലെ. ഈ 2 ഉദാഹരണങ്ങളാ പറയുന്നത്. നോഹയെ പാലിച്ചതുപോലെ, ലോത്തിനെ വിടുവിച്ചതുപോലെ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ വക്രതയുള്ള തലമുറയിൽ നിന്നും അവൻ വിടുവിക്കും. ചിലപ്പോൾ നമ്മൾ തന്നെ ചിന്തിച്ചു പോകും. ഞാൻ എപ്പോഴും കർത്താവേ, ഇത് വലിയ പ്രയാസമാണ്. കാരണം ഇതെല്ലാം മനസ്സിലായിട്ടും നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. ഭക്തിയോടെ ജീവിക്കാനുള്ളത് അധികം കേൾക്കാനില്ല. അറിയാതെ ഹൃദയം മാറിപ്പോകുമോ എന്ന് ചിന്തിക്കും. ചിലപ്പോൾ എൻ്റെ തന്നെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഞാൻ ചിന്തിക്കും, എനിക്ക് ശുശ്രൂഷയാണോ വലുത്, അതോ എല്ലാറ്റിലും മേളിൽ എനിക്ക് ദൈവവചനമാണ്? ശുശ്രൂഷിക്കാൻ അവസരമില്ലെങ്കിലും ഐ ലവ് ഗോഡ്സ് വേർഡ്. ഞാൻ വചനം ധ്യാനിക്കുന്നത് ശുശ്രൂഷിക്കാനല്ല, ദൈവത്തിന്റെ ശബ്ദം കേൾക്കാനാ. ഹൃദയം എവിടെയെങ്കിലും വശീകരിക്കപ്പെട്ടു പോയോ എന്നറിയാൻ ശ്രമിക്കാറുണ്ട്. എന്നാ ചിലപ്പോഴൊക്കെ ചിന്തിക്കും, ഇത് പാടാ, ഇതെങ്ങനെ ഓടി തീർക്കും?
ഇതിപ്പോ സ്റ്റാർട്ടിംഗ് പോയിന്റ് കയറി കുറച്ചല്ല, ഇനി ഓടണ്ടേ കർത്താവിന്റെ വരവ് താമസമെങ്കിൽ. എങ്ങനെ ഈ പറഞ്ഞതുപോലെ അറിവില്ലാത്തവനും അസ്ഥിരനുമായിട്ടല്ല, അറിവോടെ സ്ഥിരതയോടെ കോട്ടി മാറ്റാതെ ഓടി പരിഹാസിയുടെ കൂട്ടത്തിലല്ല, ദൈവത്താൽ പുകഴ്ച പ്രാപിക്കുന്ന കളങ്കമില്ലാത്ത കറപുരളാത്ത ഒരു സമൂഹത്തിലേക്ക് എങ്ങനെ തീർക്കും? ഭയമുള്ളി വരുന്ന സമയത്ത് അവൻ വിടുവിക്കും. ലോത്തിനെ വിടുവിച്ചതുപോലെ, നോഹയെ പരിപാലിച്ചതുപോലെ ഹൃദയത്തിൽ ശുദ്ധിയുള്ളവരായി ഇന്ന് ഇവിടെ ഇരിക്കുന്നെങ്കിൽ അത് പ്രധാനമാകട്ടോ. ഹൃദയത്തിൽ ശുദ്ധിയുള്ളവനായി എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി. എനിക്ക് ആ ദിവസത്തിലേക്ക് ഒരുങ്ങണം. അവൻ എന്നെ കാണുമ്പോ എന്നിൽ കറയും കളങ്കവും ഇല്ലാത്തവനായി, എനിക്ക് ശുഭ്രവസ്ത്രധാരിയായി. ഇവിടത്തെ വെള്ള ഉടുപ്പ് തയ്ക്കാൻ എളുപ്പമാ, ഇവിടത്തെ വെള്ള വസ്ത്രങ്ങൾ എളുപ്പമാ. എന്നാൽ അവൻ നോക്കുമ്പോൾ എന്നിൽ കളങ്കവും കറയുമില്ലാതെ അപ്രത്യാശയിൽ കാണപ്പെടുവാനായി എന്നെ ഒരുക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം.